അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആയത്തുൽ കുർസി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഓതാൻ പറഞ്ഞിട്ട് ഇബ്ലീസാണ്, ശൈത്താനാണ്. പക്ഷെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഓതിയിട്ടില്ല. അങ്ങനെ പറഞ്ഞൊന്നും ചോദില്ല. പറഞ്ഞു കൊടുത്ത കാര്യം ചോദിക്കുകയാണെങ്കിലും പറഞ്ഞു കൊടുത്തത് ശരിയില്ല. അതുകൊണ്ട് ആരെങ്കിലും പറ്റി ശൈത്താക്കാൻ പറ്റൂല. അതുകൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അതാ ഇബ്ലീസ് പറഞ്ഞിട്ട് കേട്ടിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് റസൂലുള്ളാഹിനെ അവതരിപ്പിച്ചതിന് ശേഷം റസൂലുള്ളാഹി നിങ്ങൾ ഓതിക്കോന്ന് പറഞ്ഞതിന് ശേഷമേ ഓതിയിട്ടുള്ളൂ. അതുകൊണ്ട് നല്ലവരിൽ നിന്ന് മാത്രമേ നല്ലത് സ്വീകരിക്കാവൂ. സ്വീകരിക്കുന്നത് നന്നായാൽ മാത്രം പോരാ, സ്വീകരിക്കപ്പെടുന്നവരും നന്നാകാൻ വേണ്ടി എപ്പോഴും ശ്രമിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നിസ്കരിക്കാത്ത, അതുപോലെ തന്നെ അതാ ദീനിന് വരെ കൽപ്പിക്കാത്ത പണ്ഡിതന്മാരെ തള്ളിപ്പറയുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ ഞാൻ ശൈത്താനെന്ന് പറഞ്ഞിരിക്കുമ്പോ അവന്റെ പിന്നാലെ പോയി ഇതിന്റെ ദീനെ നശിപ്പിക്കരുത് കേട്ടോ. നല്ലതെന്ന് കേട്ടിട്ട് കാര്യമില്ല. അതിടക്ക് സൂചിപ്പിക്കുന്നു. അതേ സമയത്ത് ഒരിക്കലും തന്നെ നീ ഒരു ജ്യോത്സ്യനെ സമീപിക്കാൻ പാടില്ല. എന്തൊക്കെയാണ് എനിക്ക് കുറെ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടോ ഞാനൊരു തങ്ങൾ പോയിക്കാണ്. എന്നിട്ടോ തങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഒരു ജ്യോത്സ്യനെ കാണണം, എന്നിട്ട് അമ്പലത്തിൽ കുറച്ച് നേരത്തെ കൊടുക്കണം, കുറച്ച് പൂജയില്ലാത്തതാണ്. ഒരു തങ്ങൾ പറഞ്ഞിരിക്കുന്ന എന്ത് തങ്ങളല്ല താങ്കളാണ്. ഉപ്പാപ്പ വന്നതെന്തിനാണ്? എന്ത് പഠിപ്പിക്കാനാണ്? ഇപ്പൊ സഹോദരന്മാരെ, പണത്തിന് വേണ്ടി എന്തും പറയുന്നവരുണ്ടാകാം. പെട്ടുപോകരുതേ ഉമ്മമാരെ. നമുക്ക് അല്ലാഹു അനുവദിച്ചതല്ലാതെ പാടില്ല. ഒരു സ്ത്രീ ഒരു കുട്ടിയാൽ സിറാജുല്ലോ നേരത്തെ എന്റെ സാധനം പോയ കട്ടുക ഞാൻ പക്ഷേ അള്ളാഹുത്താരെ തിരിച്ചായിരുന്നു. എന്താ സാറേ പറയുന്നത്? ഒരു സലാത്തിന് പോയി പിന്നെ ഉസ്താദ് കിട്ടുമോ കിട്ടി. അവൻ ഞാൻ എടുത്തിട്ടില്ല. അത് കിട്ടുമോ? എങ്ങനെയാ പറയാ? ഞാൻ എടുത്തു വെച്ചാൽ വേണ്ടി എനിക്ക് പറയാതെ കിട്ടുമോ? ഞാൻ കൊടുത്താൽ കിട്ടൂലേ? കിട്ടുന്നത് ഞാനില്ലാതെ എന്തെങ്കിലും കേട്ട് എന്തിന്റെങ്കിലും പിന്നാലെ പോകരുതേ ഉമ്മമാരെ. ചെയ്യുന്നത് ശരിയായിരിക്കണം. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകാം. കള്ളു കുടിച്ച് ദേവാലയത്തിൽ പോയി അവിടെ നദാ ഓറഞ്ച് കൊള്ളുന്നത് നോക്കി ഇങ്ങനെ കാണുമ്പോ ഒരവത്തിന് സ്ത്രീ അതാ പോകുന്നു, ഒരവത്തിന് സഹോദരൻ പോകുന്നു. ഇപ്പൊ കള്ളു കുടിച്ചു പോയ മാപ്പണ ആ ദേവാലയത്തിന്റെ മുറ്റത്ത് നിന്ന് ആ പെണ്ണിനെ ഒന്ന് ചൂട്ടു, അല്ലെ ആ പെണ്ണിനതാ വേറെന്തെങ്കിലും ആ പെണ്ണിനൊന്ന് സൂചിപ്പിച്ചു. അപ്പൊ അവിടെ പാക്കേറ്റമായി കുഴപ്പമായി തല്ലായി അടിയായി കൊല്ലലായി. അതിന്റെ പേരിൽ അതാ 100 കണക്കിന് ആളുകൾ മരിക്കുന്ന വർഗീയ ലഹള. കാരണം എന്താ? കാരണം കള്ളുകുടിയാണ്. ഈ വർഗീയ ലഹളക്ക് കാരണം കള്ളുകുടിയാണ്, മദ്യപാനമാണ്. ഇനിയും ചോദിക്കട്ടെ, എത്ര അപകടങ്ങളാണ്? കാരണം കള്ളുകുടിയല്ലേ. കുടിക്ക് കുടിച്ചങ്ങനെ നശിച്ചു. ധാരാളം കിട്ടുന്ന എന്റെ ഓർമ്മയിൽ തന്നെ പറയാം, എന്റെ അനുഭവം തന്നെ പറയാം. സിറാജിൽ ഒരു ബിൽഡിങ്ങിന്റെ പണിയെടുക്കുന്ന ഒരാൾ എന്റെ കൂടെ തന്നെ പണിയെടുക്കുന്ന ഒരു കോൺട്രാക്ട് ആണെങ്കിൽ അയാൾ ജോലിയെടുക്കാൻ തുടങ്ങി. എന്റെ കൂടെ തന്നെ 10-12 കൊല്ലമായി പണിയെടുക്കുന്ന ആള് സുഹൃത്തുക്കൾ എന്റെ മോളെ കല്യാണമുണ്ട്. ചെറിയ സഹായം ഞാൻ ചെയ്യുന്നു. ഒരാഴ്ച മുമ്പ് എന്നോട് എന്റെ പണിയെടുക്കുന്ന ആളൊരു അയാൾ തൂങ്ങി വെച്ചു. അയാൾ തൂങ്ങിലെത്തിക്കുന്നു. അത് ഒരു ദിവസം 400-500 കിട്ടും. കമ്പിയുടെ പണിയാണ്. ആ 400-500 കിട്ടുന്നുണ്ട്. പക്ഷേ വൈകുന്നേരത്തിൽ കുടിച്ചത് ദിവസമാണ് ഞെരിക്കം പിടിച്ച് അവസാനം അയാൾക്ക് തൂങ്ങി വെച്ചിട്ടുണ്ട്. എത്ര ആളുകളാണ് കള്ളുകൂടിയുണ്ട്? മുസ്ലിമും അമുസ്ലിമും എത്ര ആളുകളാണ് ആത്മഹത്യ ചെയ്യുന്നത്? പക്ഷെ ഒരു സർക്കാരും കണ്ടുപോകുന്നില്ല. ഒരു സർക്കാരും കണ്ടുപോകുന്നില്ല. 2 സംഗതിക്ക് ഒരു സർക്കാരും കണ്ടുപോകുന്നില്ല. ഒന്ന് കുഴിയുള്ള കൂടെ നന്നാക്കാനും, അതുപോലെ തന്നെ ഈ നിലക്ക് കണ്ണുകൊണ്ടില്ല. അവിടെ ഒരാളും കണ്ടുപോകുന്നില്ല, കാണുന്നില്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഓ സഹോദരന്മാരെ, നമ്മൾ ഓർക്കണം, ഒരിക്കലും തന്നെ ഒരു മുസ്ലിം കള്ളുകുടിയുടെ പിന്നാലെ ഒരു മുസ്ലിം എന്നല്ല ഒരു ബുദ്ധിയുള്ള മനുഷ്യന് പോകാൻ വകുപ്പില്ല. ഓ സഹോദര, ഒരു ബുദ്ധിയുള്ള മനുഷ്യന് പോകാൻ എന്ത് വകുപ്പാണുള്ളത്? അവരവന്റെ ബുദ്ധി നശിപ്പിക്കാൻ പോകാൻ എന്ത് വകുപ്പാണുള്ളത്? ആരോഗ്യം നശിപ്പിക്കാൻ എന്ത് വകുപ്പാണുള്ളത്? കൊണ്ട് മുസ്ലിം ചെറുപ്പക്കാരെ, നിങ്ങൾ എന്ത് വന്നാലും എല്ലാ നാശത്തിന്റെയും താക്കോലായ മദ്യപാനത്തിലേക്ക് തിരിഞ്ഞു പോകരുതേ. തങ്ങളൊരു വാക്ക് ഞാൻ പ്രത്യേകമായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. മനുഷ്യരിമ മുസ്കിറൻ, വല്ലവരും ലഹരിയുള്ളത് കുടിച്ചാൽ നിങ്ങൾ എന്ത് പേര് പറഞ്ഞാലും ശരി, ലഹരിയുള്ളത് കുടിച്ചാൽ അല്ലാഹു ഏറ്റെടുത്ത കാര്യമാണ്. അവനെ തീനത്തുൽ ഖബാൽ കുടിപ്പിക്കും. സഹാബത്തിന്റെ ചോദ്യം, തീനത്തുൽ ഖബാൽ യാ റസൂലല്ലാഹ്, എന്താണ് നബിയെ തീനത്തുൽ ഖബാൽ? ഉടനെ തന്നെ അവിടുത്തെ മറുപടി അറഖു അഹ്ലിന്നാർ. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്.
എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞത്? മുസ്ലിമീങ്ങളെ, എന്റെ മുസ്ലിം ചെറുപ്പക്കാരോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങളുടെ കൂട്ടത്തിൽ അബൂജഹലിനെ സ്നേഹിക്കുന്ന വല്ലവരുണ്ടോ? ഫിർഔനെ സ്നേഹിക്കുന്നവരുണ്ടോ? നമ്രൂദിനെ സ്നേഹിക്കുന്നവരുണ്ടോ? അങ്ങനെ സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ അവൻ മുസ്ലിം അല്ലല്ലോ. ആരാണ് അബൂജഹൽ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തല വെട്ടിക്കൊണ്ടുവന്നാൽ 100 ഒട്ടകം കൊടുക്കുമെന്ന് പറഞ്ഞ ദുഷ്ടനല്ലേ അവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഴുത്തിൽ ഒട്ടകത്തിന്റെ കുടൽമാലകൾ കൊണ്ടുപോയി അവിടുന്ന് സുജൂദ് ചെയ്യുന്ന സമയത്ത് ചാർത്തി കൊടുക്കാൻ ചെറുപ്പക്കാരെ പ്രോത്സാഹിപ്പിച്ചവനല്ലേ അവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്ന സമയത്ത് ഒട്ടകത്തിന്റെ കുടലുകൾ കൊണ്ടുവന്ന് അവിടുത്തെ ശറഫാക്കപ്പെട്ട ചുമലിൽ കൊണ്ടുപോയിട്ട് കൊടുത്തപ്പോ സുജൂദിൽ ഉയർത്താൻ കഴിയാതെ അവിടുന്ന് പ്രയാസപ്പെടുന്നത് കണ്ടപ്പോൾ അബൂജഹൽ ചിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ചിരിച്ച് പരിഹസിച്ചില്ലേ. ഫാത്തിമ റളിയല്ലാഹു അൻഹ ഓടി വന്ന് അത് നീക്കം ചെയ്തതിനു ശേഷം അവരെ ശകാരിച്ചില്ലേ. അവർക്കെതിരെ നിസ്കാരം കഴിഞ്ഞിട്ട് അള്ളയുമായുള്ള സംഭാഷണത്തിൽ തടസ്സം സൃഷ്ടിച്ചതിനാൽ, അള്ളയുമായുള്ള സംഭാഷണത്തിൽ പ്രയാസമുണ്ടാക്കിയതിനാൽ റഹ്മത്തുൽ ആലമീൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സങ്കടമായി പോയി. അവിടുന്ന് ആയിദിൽ ചെന്ന സമയത്ത് കാലിന് എറിഞ്ഞ് കല്ലുകൊണ്ടെറിഞ്ഞ് അതാ രക്തം പൊട്ടി ഒലിപ്പിച്ചപ്പോൾ പോലും പുറത്തു കൊടുക്കണേ പഠിച്ചവരെ എന്ന് പറഞ്ഞ നബിയാണത്. അതിനൊക്കെ കാരുണ്യം ചെയ്യുന്ന നബിയാണെങ്കിലും നിസ്കാരത്തിൽ ശല്യം ചെയ്തപ്പോ അള്ളയുമായുള്ള സംഭാഷണത്തിന് തടസ്സം സൃഷ്ടിച്ചപ്പോ അത് സഹിക്കാൻ കഴിഞ്ഞില്ല. ഓ മുസ്ലിം സഹോദരിമാരെ, സഹോദരന്മാരെ, അതാണ് നമ്മുടെ ഏറ്റവും വലിയ വിഷയം. നിസ്കാരം കൃത്യമായി നിസ്കരിക്കാത്തവൻ അവൻ അല്ലാഹുമായി എന്ത് ബന്ധമാണ് പിന്നെ അവന്? അല്ലാഹുവിന്റെ റസൂലുമായി എന്ത് ബന്ധമാണ് അവന്? അതുകൊണ്ട് കൃത്യമായി നിസ്കരിക്കണമെന്ന് മാത്രമേ ഈ സമയത്ത് ഞാൻ സൂചിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലിൽ രക്തം പൊട്ടി ഒലിച്ചപ്പോൾ അവിടുന്ന് ക്ഷമിച്ചിട്ടുണ്ട്, പുറത്തു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, ചീത്ത പറഞ്ഞപ്പോൾ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ ഒരു പർവ്വതമെടുത്ത് നശിപ്പിക്കട്ടെ എന്ന് ചോദിക്കുമ്പോ അല്ലെങ്കിൽ മറ്റു പർവ്വതമെടുത്ത് നശിപ്പിക്കട്ടെ എന്ന് നശിപ്പിക്കണ്ടെന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ ജനങ്ങൾക്ക് പുറത്തു കൊടുക്കണേ, അല്ലാഹുവില്ലാത്തവരാണ് എന്നവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. വല്ലാത്ത ക്ഷമയുള്ളൊരു നേതാവാണത്, ഏറ്റവും വലിയ സമാധാനം പഠിപ്പിച്ച നേതാവാണത്. അത് ഞാനിപ്പോൾ പറയുന്നില്ല, അപ്പോൾ പറഞ്ഞാൽ തീരൂല. നിങ്ങൾക്കറിയാമല്ലോ, ഒരു യഹൂദി പെണ്ണ് സൽക്കാരത്തിന് കൂട്ടിക്കൊണ്ടുപോയിട്ട് ഭക്ഷണം കൊടുത്തപ്പോ ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ യഹൂദികളെ വിളിച്ചിട്ട്, ഓ യഹൂദികളെ, സത്യം പറയുമോ നിങ്ങൾ? സത്യം പറയുമോ? ഞാൻ ചോദിച്ചാൽ ഓ പറയും, നമ്മുടെ സത്യം പറയും. ഞാൻ പറയാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ അച്ഛന്റെ പേരെന്താ? ഒരാളോട് ചോദിച്ചു, നിന്റെ അച്ഛന്റെ പേരെന്താ? പേര് പറഞ്ഞിട്ട് ഒരാളെ ചെയ്യും. അങ്ങനെ നിന്റെ അച്ഛനല്ല, ഈ കള്ളം പറഞ്ഞു, നിന്റെ അച്ഛൻ എന്താണ് പേരൊക്കെ പറഞ്ഞു കൊടുത്തു. ഞാൻ ബുഖാരി ഫുഡിന്റെ ഹദീസാണ്. ഇപ്പോഴും റസൂലുള്ളാഹി പറഞ്ഞ കാര്യം അറിയുമെന്ന് ചർച്ച ചെയ്ത് നടക്കുക. അത്രയും പറഞ്ഞു സല്ലല്ലാഹു യഹൂദികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു, നിന്റെ അച്ഛന്റെ പേരെന്താ? യഹൂദികളെ കാണിച്ചിട്ടുണ്ട്. യഹൂദികളുടെ രണ്ടാമത് ചോദിച്ചു, യഹൂദികളെ എനിങ്ങളോട് ചോദിച്ചാൽ നേരെ പറയോ? ഓ മക്കളെ പറയില്ലേ, നിങ്ങൾക്ക് മനസ്സിലാവില്ല, നമുക്ക് പുറത്തില്ലേ? എന്നാ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഇരിക്കുന്ന ഭക്ഷണത്തിൽ വിഷം ചേർത്തിട്ടുണ്ടോ? അപ്പോഴാ ഉള്ളുന്ന പെണ്ണ് പറയുന്നത് ഉണ്ട്, വിഷം ചേർത്തിട്ടുണ്ട്. അപ്പോൾ സഹാബത്തിൽ നിന്നൊരാൾ നബിയെ അപരാധ, ഞാൻ അവിടെ കൊണ്ടു കേട്ടേ നബിയെ, തങ്ങളെ ചതിച്ചിട്ട് വിഷം ചേർത്ത് ഭക്ഷണം തന്നു തങ്ങളെ കൊല്ലാൻ ശ്രമിച്ച പെണ്ണിനെ ഞാൻ വെട്ടിക്കളയുന്നേ നബിയെ. കൊല്ലണ്ട. അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്ര വലിയ സമാധാനം പഠിപ്പിച്ച ഭരണാധികാരി നേതാവ്. ആരാ സഹോദരന്മാര്? ഇപ്പോ മുസ്ലിം ചെറുപ്പക്കാരെ തീവ്രവാദിയാക്കാൻ നടക്കുന്ന ആൾക്കാരാണ്, തീവ്രവാദിയാക്കാൻ നടക്കുന്നത്. ഇപ്പൊന്നും പറയാൻ സമയമില്ല. ഇസ്ലാം ജിഹാദ് ഭീകരത എന്റെ സീഡിയിൽ 3 മണിക്കൂറോളം അതേ വിഷയം പറഞ്ഞു. മനസ്ഥിതിയത്തെ മനസ്സിൽ അല്ലാഹുവിനെ എന്റെ സീഡിയിൽ ഞാൻ അല്ലാഹുവിലേക്ക് മനസ്സിലിരിക്കുന്നതിനെ സംബന്ധിച്ച് തന്നെ വിശദമായി സംസാരിച്ചിട്ടുണ്ട്. ഇഖ്ലാസിനാണ് ഫലം, ഇഖ്ലാസിനെ പറ്റി മാത്രം പ്രസംഗിക്കുന്നു. അതുപോലെ കന്നഡ പ്രസംഗങ്ങൾ ധാരാളം നാദാവർക്ക് ഇറക്കിയതടക്കം ഒരുപാട് വേണ്ടവർക്കൊക്കെ വാങ്ങി കേൾക്കാം. ഇപ്പോൾ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. പറഞ്ഞു വന്നത് മുഹമ്മദ് റസൂലുള്ളാഹി ഭരണാധികാരിയായ സമയത്ത് പോലും ഭരണത്തിന് കീഴിലുള്ള പെണ്ണ്, യഹൂദി പെണ്ണ്, ആ പെണ്ണ് സൽക്കരിച്ചപ്പോൾ സൽക്കാരത്തിൽ അഥവാ പുരുഷന്മാരടക്കമുള്ള വേദി ആ പെണ്ണുണ്ടാക്കിയ ഭക്ഷണത്തിൽ വിഷം ചേർത്തിട്ട് കൊല്ലാൻ ശ്രമിച്ചിട്ട് പോലും പകരം കൊല്ലാതെ സഹിച്ച മുഹമ്മദ് റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഴുത്തിൽ ഒട്ടകത്തിന്റെ കുടൽമാലകൾ കൊണ്ടുപോയി ചാർത്തിക്കൊടുത്തിട്ട് നിസ്കാരത്തിന് പ്രയാസമായപ്പോൾ അവിടുത്തേക്ക് അത് മനസ്സുകൊണ്ട് ക്ഷമിക്കാൻ കഴിഞ്ഞില്ല. കാരണം നിസ്കാരം അത്രയും ഗൗരവമുള്ള വിഷയമല്ലേ. അതുകൊണ്ട് തന്നെ അല്ലാഹുമ്മ അലൈക ബിഖുറൈശ്, എന്റെ നിസ്കാരത്തിൽ ശല്യം ചെയ്ത ഖുറൈശികളെ നീ നശിപ്പിക്കണേ അല്ലാഹ്. അവിടുന്ന് പ്രാർത്ഥിച്ചുപോയി. ആ പ്രാർത്ഥനയിൽ അതാ പേരെടുത്തുകൊണ്ട് ചില പേരങ്ങ് പറഞ്ഞു. ആ പേരെടുത്ത് പറഞ്ഞ കൂട്ടത്തിൽ ഒരുവനാണ് അബൂജഹൽ കേട്ടോ. അതുകൊണ്ട് തന്നെ അന്ന് പേരെടുത്ത് പറഞ്ഞ മുഴുവൻ ആളുകളും ബദറിൽ വെച്ച് കൊല്ലപ്പെട്ടതിന് ശേഷം പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിയപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഇരിക്കട്ടെ, ആ അബൂജഹലിനെ സ്നേഹിക്കുന്ന മുസ്ലിമുണ്ടോ? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുണ്ടാരത്തിലെറിഞ്ഞ നമ്രൂദിനെ സ്നേഹിക്കുന്ന മുസ്ലിമുണ്ടോ? മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജന്മമുണ്ടെന്ന് കേട്ടപ്പോ അതിന്റെ പേരിൽ നിരപരാധികളായ പിഞ്ചുമക്കളെ കൊന്നിട്ട് തീവ്രവാദികളുടെ നേതാവായ ഫിർഔനിനെ സ്നേഹിക്കുന്നവരുണ്ടോ? ഞാനെന്റെ തീവ്രവാദികളുടെ നേതാവാണ് ഫിർഔൻ എന്ന് പറയാൻ കാരണം ഫിർഔൻ എന്താ ചെയ്ത്? ഫിർഔനിന്റെ സ്വന്തം നിലനിൽപ്പിന് കുറെ നിരപരാധികളെ കൊല്ലണം എന്നാണ് ഫിർഔൻ തീരുമാനിച്ചത്. അതിന് തീവ്രവാദികളും പരിപാടി അവരെ നിലനിൽപ്പിന് വേണ്ടി നിരപരാധികളെ കൊല്ലാന്നുള്ളതാണ് പരിപാടി. അപ്പൊ ട്രെയിനിന്റെ ബ്രേക്ക് വയ്ക്കുക, അതുപോലെ തന്നെ ബസ്സിൽ ബോംബ് വെക്കുക, ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയി ബോംബ് വെക്കുക, ട്രെയിൻ കയറുന്ന സ്ഥലത്ത് റെയിൽവേ സ്റ്റേഷനിൽ ബോംബ് വെക്കുക, ട്രെയിൻ തട്ടിക്കൊണ്ടുപോയി നശിപ്പിക്കുക, ഇങ്ങനെ നിരപരാധികളെ കൊല്ലുക. അതിന് നേതൃത്വം കൊടുത്ത ഒന്നാമത്തെ നേതാവാരാണ്? അതാണ് ഫിർഔൻ. നിരപരാധികളായ മക്കളെ കൊന്നവൻ. ഓ സഹോദരന്മാരെ, ആ ഫിർഔനെ സ്നേഹിക്കാൻ പറ്റുമോ? എന്നാൽ ഈ പറയാൻ പോകുന്നത് എന്താണ്? കള്ളു കുടിക്കുന്ന മനുഷ്യ, ലഹരി കുടിക്കുന്ന മനുഷ്യ, നിനക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താക്കീത് ചെയ്യുന്നു. നിന്നെ അല്ലാഹു തആല സീനത്തുൽ ഖബാൽ കുടിപ്പിക്കാതെ വിടൂല. എന്താണ് സീനത്തുൽ ഖബാൽ എന്ന് ചോദിക്കുന്നവർക്ക് മറുപടി അറഫു അഹ്ലിന്നാർ ഔ സാറത്തു അഹ്ലിന്നാർ, അത് നരകക്കാരുടെ ചരമാണ്, നരകക്കാരുടെ നീരാണ്. നരകക്കാരി എന്ന് പറഞ്ഞതിൽ ഒന്നാമത്തെ മെമ്പർമാരെയാണ്, ഒന്നാമതായി എണ്ണപ്പെടുന്നവരെയാ ഞാൻ പറഞ്ഞത്. അബൂജഹൽ നരകക്കാരനാണ്, ഉത്ബത്ത് നരകക്കാരനാണ്, ശൈബത്ത് നരകക്കാരനാണ്, ഫിർഔൻ നരകക്കാരനാണ്, നമ്രൂദ് നരകക്കാരനാണ്, ഖാറൂൻ നരകക്കാരനാണ്. അങ്ങനെ നരകത്തിൽ കിടക്കുന്ന അത്തരം തെമ്മാടികളില്ലേ, അവിശ്വാസികളില്ലേ. നരകമെന്ന് പറഞ്ഞാലോ, ഓ സ്ത്രീകളെ, ഓ പുരുഷന്മാരെ, ഓ ചെറുപ്പക്കാരെ, കാരണവന്മാരെ, ഇവിടെയുള്ള തീ കൊണ്ട് തിളച്ചു മറിയുന്ന വെള്ളം കൊണ്ടുവന്ന് നമ്മുടെ ശരീരത്തിൽ ഒഴിച്ചാൽ ശരീരം അതാ തോലുരിഞ്ഞില്ലേ, പൊക്കിളവുങ്ങിയില്ലേ, നീരൊഴിച്ചില്ലേ. എന്നാൽ ഇവിടെയുള്ള തീ 70 ഇരട്ടി ചൂടുള്ള തീ, ഇവിടെയുള്ള തീ 70 ഇരട്ടി ചൂടുള്ള തീ. അവിടെ കത്തിക്കപ്പെടുന്ന കരിങ്കല്ലുകളാണ് കേട്ടോ, പച്ച മനുഷ്യന്മാരാണ് കേട്ടോ. ആ തീ പൊള്ളിയിട്ട് ശരീരത്തിൽ വലിയ പല പോലുള്ള പൊക്കിളവുമ്പോൾ, അതേ വലിയ മാളിക പോലുള്ള പൊരി പൊങ്ങുമ്പോൾ, ആ നരകത്തിലെ തീപ്പൊള്ളിയിട്ട് ശരീരത്തിൽ പൊക്കിളവങ്ങി പഴുത്തിട്ട് അബൂജഹലിന്റെ നരകത്തിൽ അതും ശരീരത്തിൽ നിന്നതാ, ഫിർഔനിന്റെ ശരീരത്തിൽ നിന്നതാ നാറുന്ന നീരൊലിക്കുന്നു, നാറുന്ന ചരമൊലിക്കുന്നു. അതിന്റെ പേരാണ് സീനത്തുൽ ഖബാൽ. ആരാണോ ലഹരിയുള്ളത് കുടിക്കുന്നത് അവനെ അല്ലാഹു തആല ഈ നരകത്തിലുള്ള അബൂജഹലിനെ പോലുള്ള കക്ഷികളുടെ ചരം കുടിക്കാതെ വിടൂല, അവന്റെ നീര് നക്കാതെ വിടൂല. പറഞ്ഞത് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് തന്നെ ഓ ചെറുപ്പക്കാരാ, ഇവിടെ ഏത് സർക്കാർ വന്നാലും ശരി, ഏത് സർക്കാർ അനുവദിച്ചാലും ശരി, എവിടെ നിനക്ക് സുലഭമായി കിട്ടിയാലും ശരി, എവിടെയാ കള്ളുകത്ത്
കച്ചവടക്കാരനിരുന്നാലും ശരി, പിന്നെ ഏത് സുഹൃത്ത് നിന്നെ ക്ഷണിച്ചാലും ശരി, നിന്നേതാ ആര് എപ്പോൾ വിളിച്ചാലും ശരി, നീ അബൂജഹലിന്റെ സ്ഥലം കുടിക്കാൻ പോകരുതേ. അബൂജഹലിന്റെയും ഫിറൗനിന്റെയും നമ്പൂതിന്റെയും സ്ഥലം കുടിക്കാൻ കാരണമാകുന്ന ലഹരിയുടെ പിന്നാലെ ഓ മുസ്ലിം ചെറുപ്പക്കാരാ നീ നീങ്ങിപ്പോകരുതേ. ഞാനിപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ഓ മുസ്ലിം ഉമ്മമാരെ, നമ്മുടെ മക്കൾ കണ്ടുപിടിക്കാത്ത മക്കളാകണ്ടേ, വ്യഭിചാരത്തിന് പോകാത്ത മക്കളാകണ്ടേ. സുബ്ഹാനല്ലാഹ്, മക്കളെ പോറ്റി വളർത്തിയെടുത്തൊരു 26, 27, 28 വയസ്സ് വരെ കഠിനാധ്വാനം ചെയ്ത് ഉമ്മ പോറ്റിയെടുത്തു. ബാപ്പയോ, ബാപ്പ നാടും വീടും വിട്ട് വിദേശത്തേക്ക് പോയി. എത്രയാ പാസ്പോർട്ട് ഓഫീസിൽ ക്യൂ നിന്നത്, എത്രയാ റബ്ബേ എയർപോർട്ടിൽ കുടുങ്ങിയത്, എത്രയാ പ്ലെയിനിൽ നിന്ന് ബേജാറായത്, എത്രയാ കഫീലിന്റെ മുമ്പിൽ കരഞ്ഞത്, എത്രയാണ് സുബ്ഹാനല്ലാഹ് ലൈസൻസിന് വേണ്ടി വിഷമിച്ചത്, എത്രയാണ് ജോലി കിട്ടാൻ വേണ്ടി തെരഞ്ഞത്, എത്രയാണ് ഉയർപ്പൊലിച്ചത്. ഇങ്ങനെയൊക്കെ കഠിനാധ്വാനം ചെയ്ത് പോറ്റിയെടുത്ത മകൻ അല്ലെങ്കിൽ മകൾ 26, 27 വയസ്സായി നന്നായി പഠിപ്പിച്ചു വളർത്തി. സുബ്ഹാനല്ലാഹ്, 26 വയസ്സായ മകൻ, ആ മകനെ കല്യാണം കഴിപ്പിക്കാൻ അങ്ങേയത്തെ ആഗ്രഹം പ്രസവിച്ച അന്നു മുതലേ ബാപ്പയുടെയും ഉമ്മയുടെയും മനസ്സിലുണ്ട്. ഈ മകൾക്ക് അനുയോജ്യമായ വിവാഹം നടത്തണമെന്ന് 18 or 19 വയസ്സെത്തിയ പെൺകുട്ടിയെ കുറിച്ച് ബാപ്പയും ഉമ്മയും മനസ്സിലിങ്ങനെ കരുതുന്നുണ്ട്. അല്ലാഹുവേ, ഞാനിവിടെ വന്നപ്പോഴും എനിക്ക് നേർച്ച തന്ന് പെൺകുട്ടികളെ കല്യാണാവശ്യം അതിന് അതാ ഹൈറായത് നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ, ആ പെൺകുട്ടികൾക്കും ഞങ്ങളുടെ സദസ്സിലുള്ള മുഴുവൻ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ട ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഈ രാത്രിയുടെ ബറക്കത്തുകൊണ്ട് എന്നോട് ചോദിക്കുന്നു, ഈ സദസ്സിന്റെ ബറക്കത്തുകൊണ്ട് ചോദിക്കുന്നു, അല്ലാഹുവേ, ഹൈറായ ഇണകളെ നീ എളുപ്പമാക്കണേ റഹ്മാനേ. ചെറുപ്പക്കാരായ ആൺമക്കൾ അല്ലാഹുവേ, മാനസിക രോഗമായിട്ട് ബന്ധപ്പെട്ടതാ വിഷമിക്കുന്ന ധാരാളം രക്ഷിതാക്കളുണ്ട്. അല്ലാഹുവേ, നിനക്കറിയാം, നല്ല വിദ്യാഭ്യാസമുള്ളതോടുകൂടി നമ്മുടെ സ്ഥാപനത്തിന് സേവനം ചെയ്യുന്ന ഒരു വലിയ വ്യക്തി, അദ്ദേഹത്തിന്റെ മകനും നല്ല വിദ്യാഭ്യാസമുണ്ട്. പക്ഷേ അതാ ആശുപത്രിയിലാണ് മാനസിക രോഗമായിട്ട് എന്നോട് പറഞ്ഞു. ഇവിടെ വന്നപ്പോഴും സ്വന്തം മകന്റെ മാനസികമായ അസ്വസ്ഥതകൾ നീങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞവരുണ്ട്. അതെ, സ്വർണം വരെ സിറാജുലേക്ക് നേർച്ചതന്നവരുണ്ട്. നീ ആ മക്കളുടെ എല്ലാ മക്കളുടെയും അതുപോലെ ആർക്ക് എവിടെ രോഗമുള്ളവരുണ്ടോ, ഞങ്ങളുടെ വീട്ടിൽ ഏതൊക്കെ സ്ത്രീകളും പുരുഷന്മാരും മാനസികമായ അസ്വസ്ഥതകളുള്ളവരുണ്ടോ, എല്ലാവരുടെയും സർവ്വ അസ്വസ്ഥതകളും നീ നീക്കിത്തരണേ റഹ്മാനേ. പരിപൂർണമായ ബുദ്ധിയും തന്റേടവും സമാധാനവും നൽകി അവർക്ക് ദുനിയാവും ആഖിറവും ഞങ്ങൾക്കും നീ വിജയിപ്പിക്കണേ റഹ്മാനേ. ഓ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തട്ടെ സഹോദരിമാരെ, ഞാൻ സങ്കടത്തോടെ പറയുന്നു, 26, 27 വയസ്സായ ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ചെറുപ്പക്കാരി, 18 or 19 വയസ്സായ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ വിവാഹത്തിന് വേണ്ടി ഇങ്ങനെ അധ്വാനിക്കുകയും കരുതുകയും അന്വേഷിക്കുകയും ഉമ്മയും ബാപ്പയും. അപ്പോഴാ കേൾക്കുന്നത്, എന്താ കേൾക്കുന്നത്? ആ പെൺകുട്ടി അതാ ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോയിരിക്കുകയാണ്. അവിടെ ഇപ്പോൾ കാണുന്നില്ല. അല്ലെങ്കിൽ അതാ ഒരു ചെറുപ്പക്കാരൻ ഏതോ ഒരു പെണ്ണിനെയും തേടി നടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ബാപ്പ ഇഷ്ടപ്പെടുന്ന പെണ്ണല്ല, ഉമ്മ ഇഷ്ടപ്പെടുന്ന പെണ്ണല്ല, കുടുംബം താല്പര്യപ്പെടുന്നതല്ല, തറവാട്ടിലൂടെ യോജിക്കുന്നതല്ല, സംസ്കാരവുമായി യാതൊരു ബന്ധവുമില്ല, നാടുമായോ വീടുമായോ ഒരിക്കലും ബന്ധപ്പെടാൻ കഴിയാത്ത, ഒരു നിലക്കും പൊരുത്തപ്പെടാൻ കഴിയാത്ത കുടുംബത്തിൽ നിന്ന് ഇവൻ ഏതോ ഒരു പെണ്ണിനെ പ്രേമിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ഇവളതാ ഏതോ ഒരു പുരുഷന്റെ പിന്നാലെ ഇറങ്ങിപ്പോകാൻ തയ്യാറാകുന്നു. ഇത്തരം വാർത്തകളല്ലേ മുസ്ലിം സമുദായത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്ര നന്ദിയില്ലാത്ത മക്കൾ, ഇത്ര ബുദ്ധിയില്ലാത്ത മക്കൾ, ഇത്ര കുരുത്തങ്കെട്ട മക്കൾ. എന്റെ ചെറുപ്പക്കാരികളെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. കഠിനാധ്വാനം ചെയ്ത് പോറ്റിയ മകൻ, ആ മകനെ ഞാൻ ഇഷ്ടപ്പെടുന്ന, ഞാൻ പൊരുത്തപ്പെടുന്ന നല്ലൊരു വിവാഹം കഴിപ്പിക്കണമെന്ന്
ആഗ്രഹിക്കാത്ത ബാപ്പയുണ്ടോ ഉമ്മയുണ്ടോ? അവരെ സമ്മതവും പൊരുത്തവും നമുക്ക് വിവാഹത്തിന് ആവശ്യമല്ലേ? ഇതുപോലെ എന്റെ മകൾക്ക് ഒരു അനുയോജ്യമായ ഭർത്താവിനെ കൊടുത്ത് സന്തോഷത്തോടെ കാര്യം കൊടുക്കണമെന്ന് ആഗ്രഹിക്കാത്ത ബാപ്പയുണ്ടോ? അതിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഉമ്മയുണ്ടോ? ഈ പോറ്റി വളർത്തിയ ബാപ്പയെയും ഉമ്മയെയും ചോദിക്കട്ടെ, നിന്റെ കാഷ്ടം എത്രയാണ് ഉമ്മ പേറിയത്? നിന്റെ മൂത്രം എത്രയാണ് ഉമ്മ വൃത്തിയാക്കിയത്? നിന്റെ വയറ്റിലിട്ടിട്ട് ഉമ്മ എത്രയാണ് വിഷമിച്ചത്? നിന്നെ പോറ്റി വളർത്തുമ്പോൾ ഉമ്മ എത്രയാ കഷ്ടപ്പെട്ടത്? ആ ഉമ്മ നിനക്ക് എത്രയാണ് ഉറക്കമൊഴിച്ചത്? നിന്റെ ബാപ്പ നിനക്ക് വേണ്ടി എത്രയാ അധ്വാനിച്ചത്? ഏതൊക്കെ ആശുപത്രിയിലാണ് അവർ നിന്റെയും പരിപാലിച്ചു പോയത്? എന്നിട്ട് ആ ബാപ്പയുടെയും ഉമ്മയുടെയും യാതൊരു സംതൃപ്തിയും ചിന്തിക്കാതെ ഈ ഒരു പെണ്ണിന്റെ അതേ സംസാരത്തിൽ നീ വലയത്തിൽപ്പെട്ടുപോയി. അല്ലെങ്കിൽ ഏതോ ഒരു പുരുഷന്റെ ടെലിഫോൺ നമ്പർ നിന്റെ കയ്യിൽ കിട്ടിയപ്പോ നീ അവന്റെ പിന്നാലെ പോകാൻ തയ്യാറായിപ്പോയി. ഇത്ര നന്ദി കെട്ടവരുണ്ടോ? വൃത്തികെട്ടവരുണ്ടോ? ബുദ്ധിയില്ലാത്തവരുണ്ടോ? ഇത്തരത്തിലുള്ള ആൺമക്കളും പെൺകുട്ടികളും വളരുന്നത് കാണുന്നില്ലേ ഉമ്മമാരെ? എന്തേ കാരണമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പഴയ കാലത്ത് ഇങ്ങനത്തെ സംഭവങ്ങളുണ്ടോ? പാപ്പ പൊരുത്തപ്പെടാത്തത് നിക്കാഹിലാക്കുമോ? അത് അമ്മാവന്റെ ഇഷ്ടമില്ലാത്തത് നടത്താറുണ്ടോ? ഉമ്മാന്റെ പൊരുത്തമില്ലാത്തത് നടക്കാറുണ്ടോ? എവിടെയാ നമുക്ക് തകരാറ് പറ്റിയത്? തകരാറ് പറ്റിയത് അടിസ്ഥാനപരമായ തകരാറാണ്. അള്ളാഹുവിലേക്ക് മനസ്സ് തിരിച്ച് തെക്കുവയോടെ ജീവിക്കേണ്ട ഒരു സമുദായമാണിത്. പക്ഷേ ദിക്റിന് പകരം സിനിമാ പാട്ട്, ദിക്റിന് പകരം ഗാനമേള. സുബ്ഹാനല്ലാഹ്, ഏതെങ്കിലും ഒരു കളിയിങ്ങ വന്നാൽ എല്ലാവരും കളിയുടെ പിന്നാലെ. സുബ്ഹാനല്ലാഹ്, ഇന്ത്യ രാജ്യത്ത് നിന്ന് ഒറ്റ പുരുഷനും കളിക്കുന്നില്ല, ഒരു പെണ്ണും കളിക്കുന്നില്ല. ഏതോ നാട്ടുകാര് കളിക്കുകയാണെങ്കിൽ ഉറക്കമൊഴിച്ചിട്ട് ഇരിക്കുകയല്ലേ കാക്ക, ഈ കളിയും കണ്ടിരിക്കുകയല്ലേ കാക്ക. എന്നിട്ടോ വിജയം ജർമ്മനിക്കാണോ ഫ്രാൻസിനാണോ? അതേ ഏതോ ഒരു മനുഷ്യനെ ഏതോ ഒരു നാട്ടിന്റെ പേര് പഠിച്ചിട്ട് ആ നാട്ടിന്റെ പേരിൽ തൂങ്ങിച്ചാകാൻ വിവരം കെട്ടവരില്ലേ? അതിനുമതാ സമയം കളയുന്നവരില്ലേ? ചോദിക്കട്ടെ, മഗ്‌രിബിന്റെ ശേഷമുള്ള യാസീനോത്തെവിടെ? വെള്ളിയാഴ്ച രാവിലും പകലിലുമുള്ള അൽക്കഹോത്തെവിടെ? അതേ ഖുർആനിൽ നിന്നതിന്റെ വരികളല്ലാതെ അവശേഷിക്കുന്നില്ല. ഇസ്ലാമിൽ നിന്നതിന്റെ പേരല്ലാതെ അവശേഷിക്കുന്നില്ല. അങ്ങനെ മുസ്ലിമീങ്ങൾ കള്ളുകുടിക്കുന്നവര്, മുസ്ലിമീങ്ങൾ വ്യഭിചരിക്കുന്നവര്, അതേ സ്ത്രീയുടെയും പുരുഷന്റെയും ജീവിതത്തിലേക്ക് ബന്ധിക്കുമ്പോ ഏതൊരുത്തന്റെയും പിന്നാലെ ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടികള്, അന്യപുരുഷന്റെ ടെലിഫോൺ നമ്പർ ഫോണിൽ കയ്യിൽ പിടിച്ചിട്ട് വിളിച്ചുകൊണ്ട് നീങ്ങുന്ന പെൺകുട്ടികള്, അന്യ പെൺകുട്ടികളുടെ ടെലിഫോൺ നമ്പറും ചിത്രവും ഫോണിലാക്കിയിട്ട് അതും വിളിച്ച് രസിച്ചിങ്ങനെ പോകുന്നവര്. ഇന്നാലില്ലാ, നമ്മുടെ സമുദായത്തിന്റെ അവസ്ഥ എന്താണ് മുസ്ലിമീങ്ങളെ? ഇതിൽ നിന്ന് കരകയറണമെങ്കിൽ തിരിച്ചു പോകണേ ഉമ്മമാരെ. നിങ്ങളതാ ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെടുന്ന സമയം മുതൽ അല്ലാഹുവിലേക്ക് മനസ്സിലേക്ക് വിസ്മയത്തിൽ തുടങ്ങണം. പോരാ, നിക്കാഹിന് വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് പാത്തിനോദിയിട്ടിറങ്ങണം. പോരാ, നിക്കാഹി നടന്ന സദസ്സും പാത്തിനോദി നടക്കണം. പെണ്ണിനെ കൂട്ടി വരുമ്പോഴും പാത്തിനോദിയിട്ട് നടക്കണം. അങ്ങനെ അതാ ഗർഭം വന്നാൽ ഈ ചെറിയ കുട്ടി വയറ്റിൽ നിന്ന് കേൾക്കുന്നത് ഉമ്മയുടെ നാവിലൂടെ വരുന്ന ഖുർആനിന്റെ വചനങ്ങളാകണം, ഉമ്മയുടെ നാവിലൂടെ വരുന്ന ദിക്റിന്റെ വചനങ്ങളാകണം, വീട്ടിൽ നിന്ന് കേൾക്കുന്നത് പരിശുദ്ധ ഖുർആനാകണം. അതുകൊണ്ടാണ് ഉമ്മമാരെ ഞാൻ പറഞ്ഞത്, ഗർഭിണികൾക്ക് വെറും അവരുടെ കടപ്പാട് മാത്രമല്ല, അവരുടെ ഈ വയറ്റിലുള്ള കുട്ടിയും കൂടി ആത്മീയമായി വരേണ്ട കടപ്പാടുള്ളവർക്ക്. അതുകൊണ്ട് ഗർഭിണികൾ ധാരാളം ഖുർആൻ ഓതണം, ധാരാളം ദിക്ർ ചൊല്ലണം. ഞാനിപ്പോ വരുമ്പോ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞിരുന്നു, അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് സുഖപ്രസവം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നു. അല്ലാഹുവേ, ഒരുപാട് ഗർഭിണികൾ ഈ സദസ്സിലുമുണ്ടാകാം. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ സ്ഥാപനങ്ങളിലേക്ക് നേർച്ച ചെയ്തവർ ഒരുപാട് ആളുകൾ ഗർഭിണികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞവരുണ്ട്. അവർക്കൊക്കെയും നീ സുഖപ്രസവം നൽകണം റഹ്മാനേ, ഹൈറായ മക്കളെ നൽകണം റഹ്മാനേ. മക്കളില്ലാത്ത പലരും സങ്കടം പറഞ്ഞവരുണ്ട്, ഇന്നും ദിക്ർ പറഞ്ഞു കൊടുത്തവരുണ്ട്. അവർക്കും ഞങ്ങൾക്കുമൊക്കെ ഹൈറായ മക്കളെ നൽകണം റഹ്മാനേ. ഓ ഉമ്മമാരെ, ഗർഭിണികൾക്ക് പ്രത്യേകം പ്രധാനപ്പെട്ട ഒരു ദിക്ർ ഫത്ഹുൽ മുഈനിലുണ്ട്.
ആ ദിക്റെന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അസീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർദി വറബ്ബുൽ അർശിൽ കരീം. ഫത്ഹുൽ മുഈൻ നിങ്ങൾക്ക് അറിയാമല്ലോ. ഗർഭിണികൾക്ക് വളരെ നല്ല ദിക്റാണ് ഫത്ഹുൽ മുഈൻ പറയുന്നത് ദുആഉൽ ഖർബ്. ആ ദുആഉൽ ഖർബാണ് ഞാനിപ്പോൾ ചൊല്ലിയത്. സഹീഹുൽ ബുഖാരിയിൽ ആ ദുആഉൽ ഖർബ് നമുക്ക് കാണാം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രയാസം നീങ്ങാൻ വേണ്ടി ചൊല്ലിയ ദിക്റാണത്. ഏത് പ്രയാസങ്ങളും നീക്കുന്ന ദിക്റാണത്. ഏത് പ്രയാസമുള്ളവരും ചൊല്ലാൻ പറ്റുന്ന ദിക്റാണത്. അങ്ങനെ ചൊല്ലിയിട്ട് ജയിലിൽ കിടക്കുന്നവൻ പെട്ടെന്ന് ഇറങ്ങിയ ധാരാളം ചരിത്രങ്ങളുണ്ട്. ഫത്ഹുൽ ബാരിയിൽ ചരിത്രങ്ങൾ തന്നെ ഈ ഹദീസിന്റെ കറങ്ങിൽ പറഞ്ഞിട്ടുണ്ട്. വലിയ വലിയ പ്രയാസങ്ങൾ മനുഷ്യന് രക്ഷ നേടാൻ വളരെ പ്രധാനപ്പെട്ട ദിക്റാണ് ദുആഉൽ ഖർബ്. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അസീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർദി വറബ്ബുൽ അർശിൽ കരീം. നമുക്ക് നേടാനുള്ളതൊക്കെയും ദിക്റിലൂടെ നേടാം. നമുക്ക് നേടാനുള്ളതൊക്കെയും സ്വലാത്തിലൂടെ നേടാം. നമുക്ക് നേടാനുള്ള മുഴുവനും ഖുർആനിലൂടെ നേടാം. നമുക്ക് നേടാനുള്ള മുഴുവനും സദഖയിലൂടെ നേടാം. നമുക്ക് നേടാനുള്ള മുഴുവൻ സ്വഭാവം നന്നാക്കുന്നതിലൂടെ നേടാം. നമ്മളെല്ലാം മനസ്സ് നന്നാകണം, സ്വഭാവം നന്നാകണം. ഉമ്മമാരെ ഭർത്താക്കന്മാരോട് അതോടെ ഗുരുത്വത്തോടെ പെരുമാറണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, അതേ ഭർത്താവിന്റെ പൊരുത്തം കിട്ടി മരിച്ച പെണ്ണ്, ഭർത്താവിന്റെ പൊരുത്തം കിട്ടി മരിച്ച പെണ്ണ് സ്വർഗത്തിൽ കടന്നു കഴിഞ്ഞു. ഭർത്താവിന്റെ പൊരുത്തം വാങ്ങുന്ന ഉമ്മമാരാകണം. സഹോദരന്മാരെ, ഭാര്യമാരെ പീഡിപ്പിക്കരുത്, ഭാര്യമാരെ ആക്രമിക്കരുത്, ഭാര്യമാരെ ശകാരിക്കരുത്, ഭാര്യമാരെ ചീത്ത പറയരുത്, ഭാര്യമാരെ തല്ലരുത്, വേദനിപ്പിക്കരുത്. ലക്ഷദ്വീപിൽ ഞാൻ അടുത്തൊരു ദിവസം പ്രസംഗിക്കാൻ പോയി. അവിടെ നിന്നതാ കേൾക്കൊണ്ട് വരുന്നു. ഫോൺ വന്നത് എവിടെ നിന്നാണെന്ന് ഞാനിപ്പോ പറയൂല, പറഞ്ഞാൽ ചിലപ്പോ നിങ്ങൾക്ക് വിഷമമാകും. സഹോദരന്മാരെ, ഫോണിൽ എന്താ പറയുന്നത്? ഫോണിൽ പറഞ്ഞത് പെണ്ണാണ് വിളിക്കുന്നത്. ആ പെണ്ണ് പറയുന്നത് എന്താണ്? എന്റെ ഭർത്താവിന്റെ ഇടയ്ക്കിടയ്ക്ക് അടിച്ചു വല്ലാതെ വേദനിപ്പിക്കുന്നു സാറേ. ഇടയ്ക്കെന്റെ ഭർത്താവ് പറയുന്നത് എന്താണ്? എന്റെ ഭർത്താവ് എന്റെ കൈകൊണ്ട് തന്നെയാണ് നിന്റെ മരണം സാറേ, അതിലേക്ക് പേടിയില്ല, പക്ഷേ വേദന സഹിക്കാൻ കഴിയുന്നില്ല ഉസ്താദേ. ആ പെണ്ണ് പൊട്ടിക്കരയുകയാണ്. ഞാൻ ചോദിക്കട്ടെ, എങ്ങനെ മനുഷ്യനിങ്ങനെയായി പോകുന്നത്? ദുർബലയായ പെണ്ണിനെ, നിന്നെ പോലെ ആരോഗ്യമില്ലാത്ത, നിന്നെ പോലെ ശരീരത്തിന് ശക്തിയില്ലാത്ത, നിന്നെ പോലെ മനസ്സിന് കരുത്തില്ലാത്ത ഈ പാവപ്പെട്ട പെണ്ണിനെ അടിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വരുന്നു സഹോദരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീകളെ ഭാര്യമാരെ അടിക്കുന്ന ഭർത്താക്കന്മാരെ ഗൗരവത്തോടെ താക്കീത് ചെയ്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചില്ലേ, നിനക്ക് ഉടുപ്പില്ലടോ, നിനക്ക് ലജ്ജയില്ലടോ, നിനക്ക് നാണമില്ലടോ? പകൽ സമയത്ത് ഭാര്യയെ അടിച്ചിട്ട് രാത്രി സമയത്ത് ഭാര്യയുടെ കൂടെ ഒന്നായി കിടന്നുറങ്ങുന്ന നിനക്ക് നാണമില്ലേ എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തോടെ ചോദിച്ചത് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലില്ലേ? ഓ ചെറുപ്പക്കാരാ, നിനക്ക് തല്ലാനാണോ ഭാര്യ? ഒരിക്കലും തന്നെ ഒരു പെണ്ണിനെയും ഒരു ഭാര്യയെ നീ തല്ലിപ്പോകരുത്. നല്ല നിലക്ക് ഭാര്യമാരോട് കൂടി പെരുമാറണമെന്നാണ് ഖുർആൻ പറഞ്ഞത്. ഭാര്യമാരോട് പുറ്റിയിരിക്കണം, ഭാര്യമാരോട് തമാശ പറയണം, ഭാര്യമാരോട് നല്ല നിലക്ക് പെരുമാറണം. ഭാര്യമാരോട് നീ അമിതമായ ഗൗരവം കാണിക്കാൻ പാടില്ല. ഭാര്യമാർക്ക് സ്നേഹം നൽകണം. ഭാര്യമാരെ നീ ഒരു പ്രതിപക്ഷത്തായി കാണാൻ പാടില്ല. പ്രായത്തിൽ ചില കാരണവന്മാരുണ്ട്, പ്രായം തന്നെ ഉമ്മമാരുണ്ട്. അവർക്കിതാ ചിലപ്പോൾ സാംസ്കാരികമായ ബോധമുണ്ടാവില്ല. ഞാൻ ഓർമ്മിക്കുകയാണ്, ഇന്നലെയോ മിനിഞ്ഞാന്നോ ഒരാൾ വിളിക്കുന്നു, സങ്കടത്തോടെ പറയുന്ന അദ്ദേഹത്തിന്റെ മകളും ഭർത്താവും തമ്മിൽ വളരെ സന്തോഷത്തോടെ ജീവിക്കുകയാണ്. അങ്ങനെ ജീവിച്ച് ഭർത്താവ് പോയി. അതാ ഭർത്താവ് വിദേശത്തേക്ക് പോയി. ഒരു കുട്ടിയുമുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞതിന്റെ ഓർമ്മ. സുബ്ഹാനല്ലാഹ്, ഭർത്താവ് പോകുമ്പോഴൊക്കെ സന്തോഷമാണ്. പോയി 15 ദിവസം കഴിയുമ്പോഴേക്ക് ഭർത്താവ് ഭാര്യയെ വിളിക്കുന്നില്ല, ഭാര്യയുമായി മിണ്ടുന്നില്ല, ഭാര്യയുമായി ബന്ധമില്ല. കാരണം എന്തേ? കാരണമൊന്നുമല്ല, അവന്റെ സ്വന്തം വാപ്പ പറഞ്ഞ ഫിത്ന, സ്വന്തം ഉമ്മ പറഞ്ഞ ഫിത്ന, സ്വന്തം കുടുംബങ്ങൾ പറഞ്ഞ ഫിത്ന. ആ ഫിത്ന വിശ്വസിച്ച് ഭാര്യയെ അവൻ വെറുക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ആ സഹോദരൻ മുമ്പ് ഒരിക്കൽ എന്നോട് വന്ന വിഷയം പറഞ്ഞിരുന്നു.
ആ പറഞ്ഞതനുസരിച്ച് അന്നദ്ദേഹം തിരിച്ചുപോയി. ഇന്നലെയോ ഞാൻ വിളിച്ച് എന്നോട് അദ്ദേഹം പറഞ്ഞു, സാറേ ഇപ്പോൾ ഒരു വിളി അദ്ദേഹം വിളിച്ചിട്ടുണ്ട്. പുതിയാക്കൾ ഒരു വിളി വിളിച്ചിട്ട് എന്താ പറയുന്നത്, നീ എന്റെ വീട്ടിലേക്ക് വരുന്നെങ്കിൽ വന്നോ, പക്ഷെ നിന്റെ ബാപ്പ അങ്ങോട്ട് വരണ്ട, ഒന്നും വരണ്ട, ആ പെരുമാനെ ഒഴിവാക്കിയിട്ട് വേണമെങ്കിൽ വന്നോ. ഞാൻ ചോദിക്കുന്നത് ധിക്കാരമാണ് ചെറുപ്പക്കാരൻ പറഞ്ഞത്. ആ പെൺകുട്ടിക്ക് സ്വന്തം ബാപ്പ ഒഴിവാക്കാൻ പറ്റുമോ? ആ പെൺകുട്ടിക്ക് സ്വന്തം ഉമ്മാൻ ഒഴിവാക്കാൻ പറ്റുമോ? നിന്റെ ബാപ്പക്ക് നിനക്ക് ബഹുമാനമുണ്ടെങ്കിൽ, നിന്റെ ഉമ്മാക്ക് നിനക്ക് ബഹുമാനമുണ്ടെങ്കിൽ, അതുപോലെ ആ പെൺകുട്ടിക്കും ബാപ്പയോട് ബഹുമാനം വേണ്ടേ? ആ ബാപ്പയോട് അത് ഉമ്മയോട് ബഹുമാനം വേണ്ടേ? ആ പെൺകുട്ടിയോട് നിന്റെ ബാപ്പയെ കൈയൊഴിക്കാൻ പറയാൻ ധിക്കാരമല്ലേ, തോന്നിവാസമല്ലേ? നിനക്ക് ആരായിരുന്നതോ നിക്കാഹ് ചെയ്തിരുന്നത്? നിനക്ക് നിക്കാഹ് ചെയ്യുന്ന ആ ബാപ്പയല്ലേ? അൻകഹ്തുകലിന്ദി, എന്റെ മകളെ ഞാൻ നിനക്ക് നിക്കാഹ് ചെയ്തു തന്നു. ഇന്ന് ഞാൻ 3 നിക്കാഹിൽ പങ്കെടുക്കുന്ന അല്ലാഹുവേ, എല്ലാ നിക്കാഹുകളിലും നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനേ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിക്കാഹ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? നിക്കാഹ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? കൂട്ടിച്ചേർത്തു തന്നു എന്നാണ്. അൻകഹ്തുകലിന്ദി, എന്റെ മകളെ നിനക്ക് ഞാൻ കൂട്ടിച്ചേർത്തു തന്നു എന്നാണ്. കൂട്ടിച്ചേർത്തു തന്നു എന്ന് പറയുമ്പോൾ ആ സമയത്ത് നിക്കാഹ, ഞാൻ ആ നിക്കാഹിൽ അവരുടെ നിക്കാഹിൽ സ്വീകരിച്ചു എന്ന് പറഞ്ഞത്. കൂട്ടിച്ചേർത്തു തന്നു എന്നാണ് നീ പറഞ്ഞപ്പോ നീ സ്വീകരിച്ചത്. കൂട്ടിച്ചേർത്താ പിന്നെ 2 2 അല്ലെങ്കിൽ 2 1 കൂട്ടിച്ചേർത്താൽ 2 1 ചായപ്പൊടിയും തിളക്കുന്ന വെള്ളവും പഞ്ചസാരയും പാലും എല്ലാം കൂടി കൂട്ടിച്ചേർത്തതിന്റെ പേരെന്താ മോനെ? ചായ. പേര് ചായ എന്നാണ് അല്ലേ? പേര് ചായ എന്നാണ്. എന്തൊക്കെ ഉണ്ടെങ്കിൽ പഞ്ചസാരയുണ്ട്, ചായപ്പൊടിയുണ്ട്, തിളക്കുന്ന വെള്ളമുണ്ട്, അല്ലേ? പാലുണ്ട്. പക്ഷേ പാല് പഞ്ചസാര ചായ എന്ന് പറയാറില്ല. ചായ ഇത് കൂട്ടിച്ചേർത്തതാണ്. ഇതുപോലെ ഭാര്യയും ഭർത്താവും തമ്മിൽ അംഗീകരിച്ച വേണ്ടി എന്റെ മകളെ ഞാൻ കൂട്ടിച്ചേർത്തു തന്നു. അവിടെ കൂട്ടിച്ചേർത്തത് ഞാൻ സ്വീകരിച്ചു. സുബ്ഹാനല്ലാഹ്, 2 സാക്ഷികളുമുണ്ട്, പണ്ഡിതന്മാര് സദസ്സിലുണ്ട്. ഇങ്ങനെ ഏറ്റെടുത്തതാണ് നീ. ഇപ്പോൾ നീ വിചാരമല്ലേ പറയുന്നത് ബാപ്പാനെ കൈയൊഴിക്കണം, ഉമ്മാനെ കൈയൊഴിക്കണമെന്ന്. അപ്പൊ നീ അത് പറഞ്ഞിരുന്നോ? ബാപ്പാനോട് നീ പറഞ്ഞു നിങ്ങളെ കൈവയ്ക്കാൻ ഞാൻ കൂട്ടിച്ചേർത്ത് സ്വീകരിച്ചു എന്നാണോ പറഞ്ഞത്? അല്ല, ഉമ്മാനെ കൈവയ്ക്കാൻ സ്വീകരിച്ചു എന്നാണോ പറഞ്ഞത്? ബാക്കി വായിക്കാത്ത മനുഷ്യ, ഉടമ്പടിയെ കുറിച്ച് ബോധമില്ലാത്ത മനുഷ്യ, നിന്നെ പോലെ സംസ്കാരമില്ലാത്തവനാരാണ്? ഇനിയും ചോദിക്കട്ടെ, അതിന്റെ അർത്ഥം എന്താണ്? എന്റെ മകളെ ഞാൻ നിനക്ക് ഇണയാക്കി തന്നു എന്നല്ലേ അതിന്റെ അർത്ഥം? ഇണ എന്ന് പറഞ്ഞാൽ എന്താണ്? തുണയില്ലെങ്കിൽ പ്രസക്തിയില്ലാത്തത് എന്നല്ലേ? 2 ചെരുപ്പ് ഇണകളാണ്. ഒരു ചെരുപ്പിന് 2000 ഉറുപ്പിക. അതെ, അപ്പൊ എത്ര ചെരുപ്പാ കിട്ടിയത്? 2000 ഉറുപ്പിക്ക് ഒരു ചെരുപ്പ് വേണമെന്നൊക്കെ എത്ര ചെരുപ്പാ കൊണ്ടുവന്നത്? 2 ചെരുപ്പ്. ഒന്ന് വലത്തിനും ഒന്നിടത്തിനും. കാരണം ഇണയാണ്. ഇണയായതുകൊണ്ട് തുണയില്ലെങ്കിൽ ഇണക്ക് പ്രസക്തിയില്ല. എന്നാ ഒറ്റ ചെരുപ്പ് 5 ഉറുപ്പിക്ക് ആരെങ്കിലും വാങ്ങോ? ഒരു കാലത്ത് ചെരുപ്പില്ല. കാരണം ഇണയാകുമ്പോൾ തുണയില്ലാതെ പ്രസക്തിയില്ല. അതുകൊണ്ട് തന്നെ ഭാര്യയും ഭർത്താവുമായി ജീവിക്കുന്ന നീ, നിനക്ക് അവളില്ലെങ്കിൽ നിനക്ക് പ്രസക്തിയില്ല, നീ ഇല്ലെങ്കിൽ അവൾക്കും പ്രസക്തിയില്ല. ഈ ബോധം കാരണവന്മാർക്ക് ഉണ്ടാകണം. കല്യാണം കഴിപ്പിക്കും വലിയ ജോറാണ്. കല്യാണം കഴിഞ്ഞാൽ പിന്നെ പെണ്ണിനോട് വെറുപ്പാണ് ചില ഉമ്മമാർക്ക്, ചില കാരണവന്മാർക്ക്. അങ്ങനെ തപ്പാവപ്പെട്ട ആൺകുട്ടിയുണ്ടല്ലോ വിദേശത്ത് നിന്ന്, അതാ ഫോൺ വരുന്ന ഭാര്യന്റെ ഫോണ് സങ്കടപ്പെട്ട ഫോണ്, ഭാര്യന്റെ ഉമ്മാന്റെ ഫോണ് സങ്കടം പറയുന്ന ഫോണ്, പിന്നെ ഉമ്മാന്റെ ഫോണോ ഫോണാണെങ്കിൽ ഭാര്യന്റെ കുറ്റം പറയുന്ന ഫോണ്, പെങ്ങളെ ഫോണോ ഭാര്യന്റെ കുറ്റം പറയുന്ന ഫോണ്, ഉപ്പാന്റെ ഫോണോ അതിനെ കാണാൻ വിഷം പിടിച്ച ഫോണ്. ആരാന്റെ നാട്ടിൽ നിന്ന് കഠിനാധ്വാനം ചെറുപ്പക്കാരൻ അവിടെ സങ്കടം കൊണ്ട് പൊട്ടിക്കരയുന്നു. എനിക്കൊരു സമാധാനം കിട്ടിയില്ലല്ലോ. ഇതിനാരാണ് ഉത്തരവാദി? സ്വഭാവം നന്നല്ലാത്ത ഉമ്മമാരാണ്, സ്വഭാവം നന്നില്ലാത്ത ബാപ്പമാരാണ്, സ്വഭാവം നന്നില്ലാത്ത അമ്മോശന്മാരാണ്, സ്വഭാവം നന്നില്ലാത്ത അമ്മായിമാരാണ്, സ്വഭാവം നന്നില്ലാത്ത ഭാര്യമാരാണ്. ഓ ജനങ്ങളെ, ഏറ്റവും വലിയ നിയമത്തിൽ ഒരു മനുഷ്യന്റെ സ്വഭാവം നന്നാകലാണ്. സ്വഭാവം നന്നായാൽ അവനെ കൊണ്ട് എത്ര കാര്യമാണ് ലോകത്തുണ്ടാകുന്നത്. ഏറ്റവും വലിയ അമലാണ് സ്വഭാവം നന്നാവുകയെന്നത്. അവിടെയാണ് ലോകത്തിന്റെ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവർ ഞാൻ ഓർക്കുന്നു. കിതാബുൽ ഖുസൂമാത്ത് എന്ന് പറഞ്ഞ കിതാബുൽ സഹീഹുൽ ബുഖാരി, കിതാബുൽ ഖുസൂമാത്ത് തർക്കങ്ങളെ പറ്റി പറയുന്ന കിതാബ് എന്നാണ് അതിന്റെ അർത്ഥം. അതിൽ തർക്കവുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ് ഇമാം ബുഖാരി കൊണ്ടുവരുന്നത്. ഞാൻ ഇന്നലെയോ മിനിഞ്ഞാന്നോ എന്റെ മുത്തഅദ്ദിനീങ്ങൾക്ക് ഓതിക്കൊടുത്തു. അതിലൊരു ഹദീസ്. എന്താണ് ഹദീസ്? സ്വഭാവത്തിന്റെ നന്മയാണ് ഞാൻ പറയുന്നത്.
സ്വഭാവം ഏറ്റവും ഉന്നതമായ സ്വഭാവമുള്ള നേതാവ് സലാത്ത് മദീനയിലേക്ക് മൗലായ സല്ലി വസല്ലിം من أبدا على حبيبك خير الخلق كلهم. യഹൂദിയാണ്, മുസ്ലിമല്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ ഭരണാധികാരിയാണ്, മദീന എന്ന രാഷ്ട്രത്തിന്റെ തലവനാണ്. ആ മദീനയിൽ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളുമായ പൗരന്മാർ സന്തോഷത്തോടെ സൗഹാർദ്ദത്തോടെ ജീവിക്കുകയാണ്. അതാണ് ഇസ്ലാമിക രാഷ്ട്രം. അതാണ് ഇസ്ലാമിക രാഷ്ട്രം. ഇസ്ലാമിൽ തീവ്രവാദവും ഭീകരവാദവും വർഗീയവാദവും ഇല്ല. അതൊക്കെ ഇസ്ലാമിനെ കുറിച്ച് ചൂക്കും അറിയാത്തവരുണ്ടാക്കിയ കടുത്ത തെറ്റായ ആശയമാണ്. യഹൂദി വരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമയത്ത് നബിയെ തങ്ങളുടെ അസ്ഹാബികളിൽ നിന്ന് തങ്ങളുടെ അനുയായികളിൽ നിന്ന് ഒരാൾ എന്റെ മുഖത്തടിച്ചു കളഞ്ഞു, എന്റെ മുഖത്തടിച്ചു കളഞ്ഞു. ഒരാൾ എന്റെ മുഖത്തടിച്ചു കളഞ്ഞു. ആരായിരിക്കും? പേര് പറഞ്ഞു, അയാളെ വിളിപ്പിച്ചു കൊണ്ടുപോവാ, ആളെ വിളിച്ചുകൊണ്ടു. അനുയായികൾപ്പെട്ട ഒരാൾ നമ്മളുടെ പ്രസ്ഥാനത്തിൽ പെടാത്ത ഒരാൾ മുഖത്തടിച്ചതാ. ആ പ്രസ്ഥാനത്തിൽ പെടാത്ത മനുഷ്യൻ ധൈര്യത്തോടെ പ്രതീക്ഷയോടെ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് അദ്ദേഹത്തിന്റെ സങ്കടം ബോധിപ്പിക്കുകയാണ്, കേസ് കൊടുക്കുകയാണ്. ആരെ കോടതിയിലാണ് കേസ് കൊടുക്കുന്നത്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കോടതി. ആരാ കേസ് കൊടുക്കുന്നത്? യഹൂദിയാണ്. ആർക്കെതിരെയാ കേസ്? കേസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികൾപ്പെട്ട ഒരാൾക്കെതിരെയാ കേസ് കൊടുക്കും. അവിടെയാ നേതൃത്വം, അവിടെയാ നേതാവ്. നേതാവ് എന്നല്ല, ഏത് എതിരാളിക്കും സമീപിക്കാൻ കഴിയുന്ന നേതാവിനെ, ഏത് എതിരാളിക്കും വന്ന് കാണാൻ പറ്റുന്ന നേതാവിനെ, ഏത് എതിരാളിക്കും അനുകൂലികളെ സംബന്ധിച്ച് പരാതി പറയാൻ കഴിയുന്ന നേതാവിനോട്. അതാണ് നേതാവ്. ഞാൻ നേതാവ് തന്നെ അനുകൂലിക്ക് ഇങ്ങനെ പറയാം. അനുകൂലികൾ എന്ത് വെമ്പാട് ചെയ്താലും മൂപ്പരെ ഏറ്റെടുക്കുക, അനുകൂലികൾ എന്ത് വേണ്ടാത്ത ചെയ്താലും അതിനൊക്കെ മൂപ്പരിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്യാം. അനുകൂലികൾ എന്ത് വേണ്ടാത്ത ചെയ്താലും അതിനൊക്കെ അനുഭവിക്കാം. അത് ഇസ്ലാമിന്റെ നേതൃത്വമല്ല. ഇസ്ലാമിന്റെ നേതൃത്വം അനുകൂലിയായ സഹാബി മുഖത്തടിച്ചുള്ളത് യഹൂദിയുടെ മക്കായിട്ട് ബുഖാരിയുടെ ഹദീസാണ് പറയുന്നത്. എന്നിട്ടോ ആ യഹൂദികൾ ആരോട് അവലാതെ പറയുന്നത്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ അദ്ദേഹത്തെ വിളിപ്പിച്ചു, നീ ഇയാളെ മുഖത്തടിച്ച? അടിച്ചു. അതിനടിച്ച് അതിനെതിരെ ഇയാൾ അങ്ങാടിയിൽ വന്നിട്ട് മൂസാ നബിയെ ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കാളും ബഹുമാനിച്ച വടക്കങ്ങളെ തന്നെയാണ് സത്യമുള്ളത്. മൂസാ നബി ലോകത്തുള്ള എല്ലാവരെക്കാളും ബഹുമാനിച്ചത്. ഞാൻ ചോദിച്ചു, അല്ല മുഹമ്മദ് നബിയേക്കാളും ബഹുമാനം മൂസാ നബി ചോദിച്ചു. അയാൾ പറഞ്ഞു അതേ കൊടുത്തുറക്കേ, തങ്ങളെക്കാളും ബഹുമാനത്തിന് വന്നു കൊടുത്തുറക്കേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ ചെയ്തത്? വാസ്തവത്തിൽ യഹൂദി പറഞ്ഞ ആശയം തെറ്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനം മൂസാ നബിക്ക് ഇല്ല. അതേ മൂസാ നബി ജീവിച്ചിട്ടുണ്ടെങ്കിൽ ആദം സന്തതികൾക്ക് മുഴുവൻ നേതാവാണ് ഞാൻ. അതെ, ഞാനാണ് എല്ലാവർക്കും നേതാവ്, എല്ലാവരും എന്റെ കീഴിലാണ്. അത് ആദവും ദൂരവും തരട്ടലിവായി അത് നബികൾക്ക് മുഴുവനാണ് എന്റെ കൊടുക്കുകയിലാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് എത്രയോ സ്ഥാനം മൂസാ നബി അലൈഹിസ്സലാമിനേക്കാൾ സർവ്വ അമ്പിയാക്കളെക്കാൾ നബിതങ്ങൾക്ക് സ്ഥാനമുണ്ടെന്ന് വേറെ സ്റ്റേജിൽ വെച്ച്, വേറെ സദസ്സിൽ വെച്ച്, വേറെ സന്ദർഭത്തിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അത് റസൂൽ പലപ്പോഴും പഠിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ബഹുമാനമാണ്. പക്ഷെ ഇപ്പൊ റസൂൽ എന്താ പറഞ്ഞത്? യഹൂദിനെ തിരുത്താൻ പറ്റില്ല. യഹൂദി പറഞ്ഞ് തിരുത്താൻ പറ്റില്ല. കാരണം യഹൂദി സങ്കടത്തോടെ അങ്ങനെ പറയാനുള്ളതാണ്. യഹൂദിയുടെ മുന്നിൽ വെച്ച് റസൂൽ എന്താ പറഞ്ഞത്? ബുഖാരി ഹദീസിൽ എന്താ ഉള്ളത്? ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്,
ലാ തുഖയ്യിറൂ ബൈനൽ അംബിയാ, അല്ലെങ്കിൽ ലാ തുഫദ്ദിലൂനി അലാ മൂസ. പല റിവായത്തുകളുമുണ്ട് ബുഖാരിയിൽ തന്നെ. അതേ അമ്പിയാക്കൾക്കിടയിൽ നിങ്ങൾ സെലക്ട് ചെയ്യണ്ട, എന്നെ മൂസാ നബിയേക്കാൾ നിങ്ങൾ ബഹുമാനിക്കണ്ട, മൂസാ നബിയേക്കാൾ നിങ്ങൾ എന്നെ ബഹുമാനിക്കണ്ട. റസൂൽ പറയാണ്, നേരെ മറിച്ച് നിങ്ങൾ ഓർക്കണം, മൂസാ നബി അലൈഹിസ്സലാമിനേക്കാൾ എത്രയോ ബഹുമാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടെന്ന് ഒരുപാട് തവണ പഠിപ്പിച്ച നേതാവാണിത്. അതെ, ഇപ്പൊ റസൂൽ പറയുന്നത് എന്താണ്? ലാ തുഖയ്യിറൂ ബൈനൽ അംബിയാ, നിങ്ങൾ അമ്പിയാക്കൾക്കിടയിൽ നിങ്ങൾ സെലക്ട് ചെയ്യണ്ട, നിങ്ങൾ മൂസാ നബിയേക്കാൾ എന്നെ ബഹുമാനിക്കണ്ട. എത്ര അർത്ഥവത്തായ വാക്കാണ്. മൂസാ നബിയേക്കാൾ എനിക്ക് ബഹുമാനില്ലാന്നല്ല പറഞ്ഞു, മൂസാ നബിയേക്കാൾ എനിക്ക് ബഹുമാനില്ലാന്നല്ല പറഞ്ഞു. നിങ്ങളുടെ കളവായി പോകും, അത് സത്യത്തിന് നിരക്കാത്തതായിരിക്കും, വസ്തുതക്കെതിരാവും. മൂസാ നബിയേക്കാൾ എനിക്ക് ബഹുമാനില്ലാന്നുള്ള റസൂൽ പറഞ്ഞില്ല. റസൂൽ പറഞ്ഞ എന്താണ്? ലാ തുഖയ്യിറൂനി ലാ തുഖയ്യിറൂ ബൈനൽ അംബിയാ, അല്ലേ ലാ തുഫദ്ദിലൂ ബൈനൽ അംബിയാ, അല്ലെങ്കിൽ ലാ തുഫദ്ദിലൂനി ബൈനൽ അംബിയാ, അല്ലേ ലാ തുഫദ്ദിലൂനി അലാ മൂസാ. മൂസാ നബിയേക്കാൾ നിങ്ങൾ എന്നെ ബഹുമാനിക്കണം. നിങ്ങളെ ബഹുമാനം പറഞ്ഞാൽ അങ്ങാടിക്ക് തനിണ്ടാക്കുന്ന ബഹുമാനാണ്. നിങ്ങളെ ബഹുമാനം എന്ന് പറഞ്ഞാൽ അങ്ങാടിക്ക് തനിണ്ടാക്കുന്ന ബഹുമാനം. അങ്ങനെ ഈ രാഷ്ട്രത്തിലെ പൗരന്മാരെ തമ്മിലടിക്കുന്ന ബഹുമാനമല്ല ബഹുമാനിക്കേണ്ടത്. രാഷ്ട്രത്തിലെ പൗരന്മാരെ മനസ്സ് സംസ്കരിക്കുന്ന ബഹുമാനമാണ് വേണ്ടത്, തമ്മിലടിക്കുന്ന ബഹുമാനമല്ല. തമ്മിലടിക്കുന്ന ബഹുമാനമല്ല. അതാ നിങ്ങൾ ബഹുമാനിക്കണ്ട, അതെന്നെ ബഹുമാനിച്ചിട്ടുണ്ട്, അന്നെന്നെ ബഹുമാനിച്ചിട്ടുണ്ട്, എനിക്ക് ബഹുമാനമുണ്ട്, നിങ്ങൾ ബഹുമാനിക്കണ്ട. ഇതുപോലെ പെണ്ണുങ്ങൾ പള്ളിയിൽ പോകുന്നത് നിങ്ങൾ തടയണ്ട, അത് തടയേണ്ട പോലെ ഞാനും അത് തടഞ്ഞിട്ടിട്ട് നിങ്ങൾ തടഞ്ഞിട്ട് അതാ കുഴപ്പമുണ്ടാക്കണ്ട എന്ന അർത്ഥത്തിൽ പറഞ്ഞതുപോലെ നിങ്ങൾ തടയണ്ട. ഭർത്താവ് നിന്നെ പള്ളിയിലേക്ക് വിടൂല, അപ്പൊ ഇവിടെ ഞാൻ എന്തായാലും പോവും, അല്ല നിന്നെ വിടൂല, ഞാൻ എന്തായാലും പോവും, അപ്പൊ അവിടെ കുടുംബത്തിൽ കുഴപ്പമുണ്ടാവും. അങ്ങനെ കുഴപ്പമുണ്ടാക്കുന്നതൊക്കെ നിങ്ങൾ തടയണ്ട എന്നാണ് പറഞ്ഞ അർത്ഥമെന്ന് സാമൂഹികമായി പോലുള്ള പണ്ഡിതന്മാർ വിശദീകരിക്കില്ലേ? അതേ രൂപമാണ് ഈ ഹദീസിലും. നിങ്ങൾ അതാ സെലക്ട് ചെയ്യേണ്ട, അള്ള സെലക്ട് ചെയ്യേണ്ട പോലെ സെലക്ട് ചെയ്തിട്ടുണ്ട്, എനിക്കല്ല ബഹുമാനം തന്നിട്ടുമുണ്ട് എന്നതിന്റെ ഉള്ളിൽ അന്തർലീനമായി കിടക്കുന്ന അർത്ഥമുണ്ട്. പക്ഷെ ആ അർത്ഥം പറഞ്ഞിട്ടില്ല, ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ നിലയ്ക്ക് നിങ്ങൾ പറയാണ്, നിങ്ങൾ സെലക്ട് ചെയ്യണ്ട, നിങ്ങൾ മൂസാ നബിയേക്കാൾ എന്നെ ബഹുമാനിക്കണ്ട. എന്നിട്ട് അവിടുന്ന് പറയാണ്, അതാ എല്ലാ ജനങ്ങളും ഖിയാമത്ത് നാളിൽ ബോധം കെട്ട് വീഴും, എല്ലാ ജനങ്ങളും ഖിയാമത്ത് നാളിൽ ബോധം കെട്ട് വീഴും. എന്നാൽ അപ്പൽ മനസ്സിൽ സഖ്വലുള്ള ആദ്യമായി അത് ഭൂമിയിൽ നിന്ന് പുറപ്പെടുന്ന ആള് ഞാനാണ്, ആദ്യം ബോധം തെളിയുന്ന ആളും ഞാനാണ്. അങ്ങനെ ആദ്യമായി തന്നെ ആദ്യമായി തെളിയുന്ന ആള് ഞാനാണ്. അങ്ങനെ ഞാൻ ഒന്നാമതായി ഞാൻ ബോധം തെളിയുമ്പോൾ അരച്ചിന്റെ കാലും പിടിച്ച് മൂസാ നബിയോടെ നിൽക്കുന്നത് ഞാൻ കാണുന്നു. ആദ്യമായി എഴുന്നേൽക്കുന്നത് ഞാനാണ്, ആദ്യമായി ബോധം തെളിയുന്നത് ഞാനാണ്. പക്ഷെ അപ്പൊ മൂസാ നബി അവിടെ അരച്ചിന്റെ കാലം പിടിച്ച് നിൽക്കുന്നത് ഞാൻ കാണുന്നു. മനസ്സിലാതി ഞാനറിയുന്നില്ല മൂസാ നബി അലൈഹിസ്സലാം എന്റെ മുമ്പേ ബോധം തെളിഞ്ഞതോ അതല്ല. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മുമ്പ് കാലത്ത് അള്ളാഹുവിനോട് ഒരു ദിവസം അള്ളാഹിനെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. എന്താണ്, നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയൂല എന്നുള്ള പറഞ്ഞിരുന്നു. ആരും കാണൂല എന്നല്ല പറഞ്ഞ് ഇപ്പൊ നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയൂല എന്നാണ്. എന്താണ്, എന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയൂല എന്ന് പറഞ്ഞിരുന്നു. കാരണം അള്ളാന്റെ സൂര്യനെ കാണുന്നുണ്ട്. ഇരിക്കട്ടെ, എന്താണി എന്ന് പറഞ്ഞപ്പോ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നിർബന്ധം പിടിച്ചപ്പോ എന്നാ നിങ്ങൾ പർവ്വതത്തിലേക്ക് നോക്കിക്കോ, ആ പർവ്വതം നിങ്ങൾക്കത് നോക്കി നിൽക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ബാക്കി അങ്ങോട്ട് കാണലോ കാണാതിരിക്കലോ അത് പിന്നീടാണ്. സുബ്ഹാനല്ലാഹ്, മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ അല്ലാഹു തആല അവന്റെ തജല്ലിയേറ്റ് ആ പർവ്വതത്തിന്റെ സമീപത്തുണ്ടായപ്പോൾ പർവ്വതം ഇടിപൊടിയാകുകയാണ്. അതേ സമയത്ത് മൂസാ നബി ബോധം കെട്ടി വീഴുകയാണ്.
അള്ളാനെ കാണാനുള്ള ആശ കൊണ്ട്, അള്ളാനെ സ്നേഹിച്ചുകൊണ്ട് അള്ളാനെ കാണാൻ ആശ പ്രകടിപ്പിച്ചപ്പോ അള്ളാനെ കാണാനുള്ള സന്തോഷത്തോടെയുള്ള ചോദ്യത്തിൽ അള്ളാനെ കാണാൻ വെമ്പൽ കൊണ്ടപ്പോ അള്ളാനെ സ്നേഹിച്ചിട്ടൊരു ബോധങ്ങളെ കേട്ടിട്ടുണ്ട് മൂസാ നബി. അതുകൊണ്ട് അല്ലാഹു തആല ആഖിറത്തിൽ വെച്ച് ആ ബോധങ്ങളെ ക്യാൻസലാക്കിയതാണോ? ആഖിറത്തിൽ അങ്ങനെ ബോധങ്ങളിൽ വേണ്ട, കാരണം ദുനിയാവിലൊന്ന് നടന്നിട്ടുണ്ടല്ലോ. എന്നിട്ട് മൂസാ നബിക്ക് ആ ബോധങ്ങളിൽ അല്ല ക്യാൻസലാക്കി കൊടുത്തതാണോ? അല്ല മൂസാ നബി ആദ്യം എഴുന്നേറ്റതാണോ? ഞാൻ അറിയുന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു. ഇരിക്കട്ടെ, നിങ്ങൾ കണ്ടോ റസൂലുള്ളാഹിന്റെ സ്വഭാവം? ആവലാതി പറയാൻ വന്ന യഹൂദി, ആ യഹൂദിക്ക് വലിയ സമാധാനമായി പോയി, സന്തോഷമായി പോയി. റസൂലുള്ളാഹിന്റെ സ്ഥലത്ത് നിന്ന് തിരിച്ചു പോകുമ്പോ മൂസാ നബിയുടെ ബഹുമാനമല്ലേ റസൂലുള്ള പറയുന്നത് കേൾക്കുന്നത്? അടിക്കിയ വേദനയൊക്കെ പോയില്ലേ? റസൂലുള്ളാഹിന്റെ അനുയായികളുടെ വിഷമവും പോയില്ലേ? കാരണം നേതാവിന്റെ സ്വഭാവത്തിന്റെ മുമ്പിൽ യഹൂദിയുടെ മനസ്സ് തെളിഞ്ഞുപോയില്ലേ? സഹോദരന്മാരെ, അതാണ് സ്വഭാവം എന്ന് പറയുന്നത്. വെറും അനുകൂലികളെ മാത്രം അനുകൂലിക്കുന്ന സ്വഭാവമല്ല, അനുകൂലികളെയും പ്രതികൂലികളെയും മനസ്സ് പിടിച്ചു വെക്കുന്ന സ്വഭാവം. അതാണ് ഒരു നേതാവിനുണ്ടാകേണ്ടത്. അത് ഏറ്റവും മുൻപന്തിയിലുള്ള നേതാവാണ്. നിങ്ങളുടെ സ്വഭാവം. അതുകൊണ്ട് ഉമ്മമാരെ, ഓ കാരണവന്മാരെ, ഓ ഭർത്താക്കന്മാരെ, ഭാര്യമാരെ, ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ, സ്വഭാവം നന്നാക്കണം. പെൺകുട്ടികൾ ഭർത്താവിന്റെ ബാപ്പാനെ ബഹുമാനിക്കണം, ഭർത്താവിന്റെ ഉമ്മാനെ ബഹുമാനിക്കണം, സ്വന്തം ബാപ്പയേക്കാൾ ആദരിക്കണം, സ്വന്തം ബാപ്പയേക്കാൾ ഭർത്താവിന്റെ ബാപ്പാനെ സ്നേഹിക്കണം, സ്വന്തം ഉമ്മയേക്കാൾ ഭർത്താവിന്റെ ഉമ്മാനെ സ്നേഹിക്കണം, ഭർത്താവിന്റെ ഉമ്മാക്ക് ഖിദ്മത്തിന് വേണ്ടി തയ്യാറാകണം. അതേ സമയത്ത് ഉമ്മമാരെ, നിങ്ങളെ സ്വന്തം പെൺകുട്ടികളെക്കാൾ നിങ്ങളെ മക്കളുടെ ഭാര്യമാരോട് നിങ്ങൾ സ്നേഹം കാണിക്കണം. അവർ മറ്റൊരു വീട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് വന്ന അതിഥികളെ പോലെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ പെൺകുട്ടിക്ക് വീട്ടുജോലി അറിയില്ലെങ്കിൽ, അല്ലെങ്കിൽ സ്വഭാവം നന്നല്ലെങ്കിൽ, നിങ്ങൾ തന്നെ സൗമ്യമായ നിലയ്ക്ക് നിങ്ങളെ സ്വന്തം മകളെ പോലെ കണ്ട് ഉപദേശിച്ച് നന്നാക്കാൻ നോക്കണം. നിനക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ മനസ്സ് വേദനിപ്പിക്കരുത്. നിനക്ക് തീരെ രോഗമാണ്, എപ്പോഴും രോഗമാണെന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയെ മനസ്സ് വേദനിപ്പിക്കരുത്. അങ്ങനെ പാവപ്പെട്ട പെൺകുട്ടികൾ അക്രമം ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ പെട്ടുപോകരുതേ ഉമ്മമാരെ, പെട്ടുപോകരുതേ ചെറുപ്പക്കാരെ. ഭാര്യമാരോട് നല്ല നിലയ്ക്ക് പെരുമാറണമെന്ന് ഖുർആനിന്റെ നിർദ്ദേശമാണ് കേട്ടോ. ഭർത്താവിന്റെ പൊരുത്തം വാങ്ങി മരിക്കണമെന്നത് നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാനുള്ള വഴിയാണ് കേട്ടോ. എവിടെയും സ്വഭാവം നന്നാക്കണം. പ്രായമുള്ളവരെ കണ്ടാൽ ആദരിക്കണം, കുട്ടികളെ കണ്ടാൽ കാരുണ്യം ചെയ്യണം, പണ്ഡിതന്മാരെ ബഹുമാനിക്കണം. ചിലപ്പോൾ നമ്മൾ ഒരു കൂട്ടം പണ്ഡിതന്മാരുടെ അനുയായികളായി ജീവിക്കുന്നവരാകാം. പക്ഷേ SYSന്റെ പ്രവർത്തകരോട്, SSFന്റെ പ്രവർത്തകരോട് എപ്പോഴും പറയാറുള്ളത് പോലെ പറയട്ടെ, നമ്മളൊരിക്കലും മാലിന്യങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയരുത്, തെളി പറയരുത്, തങ്ങന്മാരെ രാഷ്ട്രീയം നോക്കി നിസാരപ്പെടുത്തരുത്. അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തെ എപ്പോഴും ബഹുമാനിക്കണം. അല്ലാഹുവിന്റെ ദീനിന്റെ ഇൽമ പഠിച്ച പണ്ഡിതന്മാരെ ആദരിക്കണം. പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ശാഖാപരമായ അഭിപ്രായ വ്യത്യാസങ്ങളോ സംഘടനാപരമായ ഭിന്നിപ്പുകളോ എടുത്തു നീട്ടി ആരിമീങ്ങളെ ദൈവത്തുകൊണ്ട് അതാ ആരിമീങ്ങളെ മാംസം നിന്ന് ജീവിക്കുന്നവരിൽ നമ്മളാരും പെട്ടുപോകരുത്. നമുക്ക് അല്ലാഹു തന്ന നാവ് ഒരു ദിക്റിങ്ങനെ കൂടുതൽ ചൊല്ലാൻ കഴിയും, ഒരു ഖുർആനിങ്ങനെ കൂടുതൽ ഓതാൻ കഴിയും, അതേ 10 സലാത്തെങ്കിലും എനിക്കിങ്ങനെ കൂടുതൽ ചൊല്ലാൻ കഴിയും, എനിക്കെന്റെ ജീവിതം ഇങ്ങനെ ക്രമീകരിക്കാൻ കഴിയും. എന്റെ മനസ്സ് അല്ലാഹുവിലേക്ക് തിരിച്ചുകൊണ്ട് അവൻ സൽക്കർമ്മം ചെയ്യുന്നു, അവൻ നല്ലത് ചെയ്യാനുണ്ട്, തെറ്റായത് ചെയ്യാനില്ല. നല്ല കാര്യത്തിൽ പരസ്പരം സഹകരണമുണ്ട്, തെറ്റായ കാര്യത്തിൽ ശത്രുതയുണ്ടാക്കുന്നതിൽ ഒരു സഹകരണത്തിലുമില്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പെടുത്ത സമയമാണ്.
തെരഞ്ഞെടുപ്പെടുത്ത സമയമാണ്. പലരുടെയും ധാരണ 5 കൊല്ലത്തിലൊരു 3 തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിനാർക്കാ വോട്ട് ചെയ്യേണ്ടത്, ഏതാ പാർട്ടിയാകേണ്ടത്, ഇത് തീരുമാനിച്ചാൽ സമുദായത്തിന്റെ പ്രശ്നം തീർന്നു എന്നാണ് പലരുടെയും ധാരണ. ഇന്നറിയോ ഓ സഹോദരാ, തെരഞ്ഞെടുപ്പിന്റെ ചൂട് നീ അയൽവാസിയുമായി തല്ലുണ്ടാക്കണ്ട, നിന്റെ അയൽവാസിയുമായി നീ കല്ലെറിയണ്ട, നിന്റെ അയൽവാസിയെ നീ പിണങ്ങണ്ട, നിന്റെ കുടുംബബന്ധം നീ മുറിക്കണ്ട, നീ ആദരിക്കുന്നവരോട് ആദരവ് നീ നശിപ്പിക്കണ്ട. ദുന്യാവിന് വേണ്ടിയുള്ള കടിപിടി നടക്കുമ്പോ, ദുന്യാവിന്റെ സ്ഥാനമാനത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടം ഓടുമ്പോ, അന്യന്റെ ദുന്യാവിലെ സ്ഥാനമാനത്തിന് വേണ്ടി നിന്റെ ആദരം കളയണ്ട. ഏതോ ഒരു മനുഷ്യൻ 5 കൊല്ലത്തേക്ക് എന്തോ ഒരു വിജയം കിട്ടുമെന്നതിന് വേണ്ടി നീ ആദരം നഷ്ടപ്പെടുത്തണ്ട. നീ ഓർത്തോളണം, ലാത്തൂന്ന് പദമി ആദമഹക്കാൻ അഞ്ച് കാര്യങ്ങളെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടാതെ പടച്ചവന്റെ കോടതിയിൽ ഒരൊറ്റ മോന്റെയും കാര്യം നീക്കിവെക്കുക സാധ്യമല്ല. അത് റബ്ബിന്റെ കോടതിയാണ് കേട്ടോ. അവിടെ അതാ കൈക്കൂലി കൊണ്ട് രക്ഷപ്പെടൂല. നീതിയും അനീതിയും നോക്കാതെ അതാ ജഡ്ജി മധ്യസ്ഥം പറയുന്ന കോടതിയല്ല. അതേ അവകാശം ആരതാണെന്ന് നോക്കാതെ, എന്താണ് അവിടെ നടന്നതെന്ന് നോക്കാതെ മധ്യസ്ഥം പറയുന്ന ജഡ്ജിയല്ല. അല്ലെങ്കിലോ സഹോദരന്മാരെ, അതേ വലിയ വലിയ തുടുപ്പവും വലിപ്പവുമുള്ള മനുഷ്യൻ, ആ മനുഷ്യനെ ഒറ്റ മനുഷ്യൻ കൊണ്ടുപോയി കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞ് ഒറ്റ മനുഷ്യന്റെ പേരിൽ അതാ വിധിക്കുന്ന ജഡ്ജിയല്ല. അതെ അതെ, ഒരു വലിയ മനുഷ്യനെ ഒരൊറ്റ മനുഷ്യൻ കൊണ്ടുപോയി കൊന്നുകളഞ്ഞു പറഞ്ഞാൽ അതൊന്നോ തലയിൽ കയറുന്നു. അല്ലാഹുവേ, തെറ്റ് ചെയ്യാത്തവരെ എവിടെ ശിക്ഷിക്കപ്പെടുന്നുണ്ടോ അവരെയൊക്കെ ഇന്ന് സലാമത്താക്കണേ റഹ്മാനേ. തെറ്റ് ചെയ്യാത്തവരെ മുഴുവൻ നീ രക്ഷപ്പെടുത്തണേ റഹ്മാനേ. ഓ സഹോദരന്മാരെ, അവിടെ വക്കീലിനെ വെച്ച് വാദിക്കുന്ന കോടതിയല്ല, അവിടെ തറവാട്ടിന്റെ മഹിമ പറയാൻ പറ്റുന്ന സ്ഥലമല്ല. അവിടെ ഞാനിന്ന പാർട്ടിക്കാരനാണ്, ഞാൻ ഭരിക്കുന്ന പാർട്ടിയാണെന്നോ പ്രതിപക്ഷത്തിന്റെ ആളാണെന്നോ പറയാൻ പറ്റുന്ന സ്ഥലമല്ല. മനുഷ്യന്റെ നന്മയും തിന്മയും തൂക്കിക്കണക്കാക്കുന്ന ദിവസമാണത്. നന്മയുടെ അധികാരികൾ വിതരണം ചെയ്യുന്ന ദിവസമാണത്. ആ ദിവസത്തിൽ അല്ലാഹുവിന്റെ കോടതി മുഴുവൻ ആളുകൾക്കും പോകാനുണ്ടല്ലോ സഹോദരന്മാരെ. ആ റബ്ബിന്റെ കോടതിയിൽ കുടുങ്ങിപ്പോകാതിരിക്കാൻ എല്ലാ സമയത്തും നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്. അഞ്ച് കാര്യങ്ങളെ പറ്റി ചോദ്യം ചെയ്യപ്പെടാതെ ഒരൊറ്റ മനുഷ്യന്റെ കാലും നീക്കിവെക്കാൻ സാധ്യമല്ല. നിന്റെ ആയുഷ്യകാലം നീ ഏത് വിഷയത്തിൽ ചെലവഴിച്ചു എന്നാണ് റബ്ബിന്റെ ചോദ്യം. ഏതോ ഒരു മനുഷ്യന്റെ അധികാരത്തിന് വേണ്ടി നിന്റെ കാലം മുഴുവൻ കഴിച്ചുകൂട്ടി എന്നാണോ നമ്മളെ മറുപടി? അല്ല. അല്ലാഹുവേ, നിസ്കരിക്കാത്ത ഒരു മനുഷ്യന് നിസ്കാരം പഠിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചു. അല്ലാഹുവേ, സുന്നത്ത് ജമാഅത്തിനെ കുറിച്ച് അറിയാത്തൊരു മനുഷ്യന് ഞാനതാ 10 CD വിതരണം ചെയ്ത് ഞാൻ കുറെ ആളുകളെ സുന്നത്ത് ജമാഅത്തിലേക്ക് കൊണ്ടുവന്നു. ഞാനൊരു പ്രസംഗം നടത്തിയിട്ട് കുറെ ആളുകൾക്ക് സുന്നത്ത് ജമാഅത്ത് വിവരിച്ചു കൊടുത്തു. പരസ്പരത്തെ കണ്ടുപിടിക്കുന്ന മനുഷ്യനെ ഞാൻ അതിൽ നിന്ന് മുക്തനാക്കിയെടുത്തു. റബ്ബേ, വേണ്ടാത്തതിന് പോകുന്ന പലരെയും ഞാൻ നന്നാക്കിയെടുത്തു എന്ന് പറയാൻ പറ്റണം ചെറുപ്പക്കാരാ. അതിന് SYSന്റെ പ്രവർത്തകനാകണം, SSFന്റെ പ്രവർത്തകനാകണം. നീ കാണുന്ന പാർട്ടിയുടെ പിന്നാലെ പോയി ഏതോ മനുഷ്യന്റെ വിജയത്തിന് വേണ്ടി നിന്റെ നിസ്കാരം ഉളവാക്കി നീ അതാ ദീപത്തും ദീപത്തും വിജയം പ്രസാദം പറഞ്ഞ് ഈ പാർട്ടിയുടെ ആളായി തിരിഞ്ഞു നീങ്ങിപ്പോയാൽ നിനക്കുണ്ടോ റബ്ബിന്റെ മുമ്പിൽ നിന്റെ ആയുസ് എവിടെയാ ചെലവഴിച്ച് കിട്ടുമെന്ന് പറയുമ്പോ, റബ്ബേ, ഞാനിതാ ഒന്നുകിൽ ഇടതിന് വേണ്ടി അല്ലെ പലതിന് വേണ്ടി അല്ലെങ്കിൽ ഇന്നവന്റെ വിജയത്തിന് വേണ്ടി ഇന്നവന്റെ പരാജയത്തിന് വേണ്ടി ഞാൻ ഉറക്കമൊഴിച്ചു. അല്ലാ, സുബഹിന്റെ സമയത്ത് ഞാൻ എഴുന്നേൽക്കാറില്ല, തഹജ്ജുദിന് ഞാൻ എഴുന്നേറ്റിട്ടില്ല.
കിട്ടാറില്ല, വിക്ർ നിസ്കരിക്കാൻ എനിക്ക് നേരം കിട്ടാറില്ല, വെള്ളിയാഴ്ച രാവിലോ പകല്ലോ അൽക്കേ പോകാൻ എനിക്ക് നേരം കിട്ടിയിട്ടില്ല, സലാത്തിയെല്ലാം ഞാൻ സമയം കണ്ടിട്ടില്ല, ഞാൻ അപ്പോഴൊക്കെ ഏതെങ്കിലും പെണ്ണിനെ തലയിട്ട് നടത്തിയായിരുന്നു എന്ന് പറയുന്ന പഠനത്തിലേക്ക് ഒരു SYSകാരൻ നീങ്ങിപ്പോകരുത്, ഒരു SSFകാരൻ നീങ്ങിപ്പോകരുത്. യാത്രസൂറും പദമറിയാതെ മഹത്തായ ഇസ്ലാം സംശയം നിന്റെ ആയുസ്സിനെ എവിടെയാ ചെലവഴിച്ച് നശിപ്പിക്കുന്നത്? ഇവർക്ക് നീ ഏത് വിഷയത്തിലാ ദ്രവിപ്പിച്ച് നശിപ്പിക്കുന്നത്? നീ ഉണ്ടാക്കുന്ന സ്വത്ത് നീ എങ്ങനെയാ ഉണ്ടാക്കിയത്? കട്ടിട്ടുണ്ടാക്കിയതാണോ, അല്ല നീ വ്യഭിചരിച്ചുണ്ടാക്കിയതാണോ, നീ പലിശ വാങ്ങിയതാണോ, മറ്റൊരുത്തിന്റെ ഹക്ക് പിടിച്ചെടുത്തതാണോ? നീ അതാ ഏത് വിധത്തിലാണ് ഉണ്ടാക്കിയത്? വരവിന്റെ കണക്കുറപ്പിന്റെ മുമ്പിൽ നീ കാണിക്കേണ്ടതുണ്ട്. പോരാ, നീ എങ്ങനെയാണത് ചെലവഴിച്ചത്? നീ ഹറാമിന് വേണ്ടിയാണോ പണം ചെലവഴിച്ചത്? പടച്ചവന്റെ മുമ്പിൽ നീ കണക്ക് പറയേണ്ടതുണ്ട്. പഠിച്ചതനുസരിച്ച് എന്താണ് പ്രവർത്തിച്ചതെന്ന് റബ്ബിന്റെ മുമ്പിൽ ചോദ്യമുണ്ട്. ആ സമയത്ത് പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുമെന്ന് പറയാൻ കഴിയും. അതുകൊണ്ട് സഹോദരന്മാരെ, അത് അല്ലാഹുവിലേക്ക് തിരിക്കുക. അതാണ് സൽക്കർമ്മം ചെയ്യണം, സൽക്കർമ്മം ചെയ്യണം, മനസ്സല്ലാഹുവിലേക്ക് തിരിക്കണം, സൽക്കർമ്മം ചെയ്യണം. ഞാൻ പരിപൂർണമായി എന്റെ റബ്ബിന് കീഴ്പ്പെട്ടവനാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ജീവിതത്തിൽ തെളിയിക്കാൻ കഴിയണം. അവനാണ് പടച്ച റബ്ബിന്റെ അടുക്കൽ സമ്മാനം കേട്ടോ. ആ സമ്മാനമാണ് ഔലിയാക്കൾക്ക് ലഭിക്കുന്ന സമ്മാനം. അവരെ ഖൽബ് റബ്ബിലേക്ക് തിരിച്ചതുകൊണ്ട് തന്നെ അവരെ നാവിലെപ്പോഴും അല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹ് അല്ലാഹ്. അവരതാ എന്ത് തുടങ്ങുമ്പോഴും ബിസ്മില്ലാഹ്, എന്ത് കിട്ടിയാലും അൽഹംദുലില്ലാഹ്, എന്ത് മുസീബത്ത് വന്നാലും ഇന്നാ ലില്ലാഹ്, ഏത് സന്തോഷം കണ്ടാലും മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, എന്ത് പറയുമ്പോഴും ഇൻഷാ അല്ലാഹ്. അവർ അല്ലാഹ് 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 എവിടെയും നാട്ടിലെയാണ്. അവർക്ക് എപ്പോഴും പറയാനുള്ളത് അല്ലാഹ്, അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ളത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു. അവർക്ക് ഹു എന്ന് പറഞ്ഞാൽ അള്ളയാണ്, അന്ത 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 പറഞ്ഞാൽ അള്ളയാണ്. അതെ, അതല്ലേ ഔലിയാക്കൾ ഞാനില്ല അള്ളാ, ഞാനില്ല അള്ളാ, എന്ത് ഞാനില്ല, ഞാനില്ല. കാരണം ഞാനിവിടെ മുമ്പുണ്ടായിരുന്നില്ല, നാളെ ഞാനിവിടെ ഉണ്ടാവുകയില്ല. ഇപ്പോഴും ഞാൻ സ്വയം നിലനിൽപ്പുള്ളവനല്ല. ഞാൻ നിന്നെ ആശ്രയിച്ചുകൊണ്ട് മാത്രം നീ നിർത്തുന്നോണ്ട് നിൽക്കുന്നവനാണ്. അതുകൊണ്ട് എന്നെ ഉള്ളതിൽ പറയേണ്ടതില്ല. ഞാനില്ല, ഇല്ല അന്ത അന്ത, നീ മാത്രമേ ഉള്ളൂ, നീ മാത്രമേ ഉള്ളൂ. അതാണ് സഹോദരന്മാരെ, അവരസറുകളിലേക്ക് അവർക്ക് നോട്ടമില്ല, മുഅസ്സിറായ റബ്ബിലേക്കാണ് അവരെ നോട്ടം. അതുകൊണ്ട് തന്നെ അവനല്ലാതെ ഉള്ളവരില്ല, അവനെ അല്ലാതെ കാണാനില്ല, അവനെ അല്ലാതെ മനസ്സിൽ തോന്നുന്നില്ല, അവനിലേക്കല്ലാതെ മനസ്സ് തിരിയുന്നില്ല. അവരാണ് സഹോദരന്മാര്. അലാകുല്ലു ما خلى الله باطل وكل علم الله محل تزائل. അള്ളാഹുവിലേക്ക് കൽബ് തിരിഞ്ഞ മഹാന്മാർ അവർക്ക് ഈ ലോകത്തൊന്നിനെയും ഭയപ്പെടേണ്ടതില്ല, അവർക്കൊരു വിഷയത്തിലും മുഷിപ്പില്ല, അവർക്ക് ടെൻഷനില്ല. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവരുടെ കൽബിൽ അല്ലാഹു നിറഞ്ഞിരിക്കുന്നു,
അഥവാ അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്ത അവരുടെ കൽവിൽ നിറഞ്ഞു നിൽക്കുന്നു. അവരല്ലാഹുവിനെ സ്നേഹിച്ചു. അല്ലാഹുവിനെ സ്നേഹിച്ചവരുള്ള നിർദ്ദേശം ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി. നബിയേ പറയൂ, അല്ലാഹുവിനെ പ്രിയം വെക്കുന്നുവെങ്കിൽ എന്നെ സ്നേഹിച്ച് എന്നെ പിന്തുടർന്ന് ജീവിക്കുമല്ലോ. അല്ലാഹ് നിങ്ങളെ പ്രിയം വെക്കും കേട്ടോ. അല്ലാഹു ഒരു മനുഷ്യനെ പ്രിയം വെച്ചാൽ അവന് നടക്കാത്ത കാര്യമില്ല, കിട്ടാത്ത വിഷയങ്ങളില്ല, അവന്റെ ഉത്തരം കിട്ടാത്ത രംഗങ്ങളില്ല. ويستجيب الذين آمنوا وعملوا الصالحات ويزيدهم من فضله. ഈമാൻ സൽക്കർമ്മമുള്ളവർക്കാണ് ദുആഉത്തരം. അവന്റെ ചോദ്യം എന്നോട് ചോദിച്ചാൽ അത് നടക്കൂല, അഭയം തേടിയാൽ അത് നടക്കൂല. ആ ഒരു സ്ഥാനമാണ് അല്ലാഹുവിന്റെ സജ്ജനങ്ങൾക്ക് അല്ലാഹു കൊടുത്തത്. ആ മഹാന്മാരുമായി ബന്ധപ്പെടുന്നത് അല്ലാഹുവിനെ അടുക്കാനാണ്, അല്ലാഹുവുമായി ബന്ധപ്പെടാനാണ്. അതാവശ്യമാണ്. ആ വഴി സുന്നത്തിന്റെ മാഹത്തിന്റെ വഴിയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ. അല്ലാഹുവിനെ സൂക്ഷിക്കുക, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. നിങ്ങൾ സത്യവാന്മാരായ മഹാന്മാരുടെ കൂടെയാവുക. അതാണ് സുന്നത്ത് ജമാഅത്തിന്റെ വഴി. ആ വഴി പിന്തുടർന്ന് ജീവിക്കാൻ സാധുക്കളായ ഞങ്ങൾക്കും ഞങ്ങളെ സ്നേഹിക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾക്കും ഞങ്ങളുടെ സന്താന പരമ്പരകൾ ഖിയാമത്ത് നാൾ വരെയും ഞങ്ങളുടെ ശിഷ്യ പരമ്പരകൾ ഖിയാമത്ത് നാൾ വരെയും നീ തൗഫീഖ് തരണം റഹ്മാനേ. ഞങ്ങളുടെ മജ്ലിസ് നീ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കണം റഹ്മാനേ. ചെറുപ്പക്കാർക്ക് എഴുന്നേറ്റ് നിൽക്കണം, അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു ചെയ്യണം. അല്ലാഹുവേ, ഞങ്ങളുടെ മജ്ലിസ് നീ ദുആക്ക് ഉത്തരമുള്ള നീ പൊരുത്തപ്പെട്ട മജ്ലിസാക്കണം റഹ്മാനേ. സഹോദരന്മാരെ, അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ദുആ اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. അല്ലാഹുവേ, ഉപകാരമില്ലാത്ത ഇൽമിൽ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. അല്ലാഹുവേ, ഭക്തിയില്ലാത്ത മനസ്സിൽ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. അല്ലാഹുവേ, എത്ര കിട്ടിയാലും മതിയാകാത്ത ദുനിയാവിന്റെ അലച്ച ആ ദുനിയാവിന്റെ ആശയിൽ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയിൽ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. അല്ലാഹുവേ, സാധുക്കളായ മജ്ലിസ് നീ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കണം റഹ്മാനേ. നിങ്ങൾക്ക് എല്ലാവിധ ഖൈറും ബറക്കത്തും നീ ചൊരിയണം റഹ്മാനേ. ഓ സഹോദരിമാരെ, സഹോദരന്മാരെ, അല്ലാഹുവിനേക്ക് നമുക്ക് പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ അതാ തെറ്റ് ചെയ്യാത്ത നാവുകൊണ്ട് പ്രാർത്ഥിക്കണം, തെറ്റ് ചെയ്യാത്ത നാവുകൊണ്ട് പ്രാർത്ഥിക്കണം. സഹോദരന്മാരെ, തെറ്റ് ചെയ്യാത്ത നാവുകൊണ്ട് പ്രാർത്ഥിക്കണം. ചെറിയ കുട്ടികളെ ദുആക്ക് ഉത്തരം ലഭിക്കുമെന്ന് ഞാൻ പറഞ്ഞു. ആ കുട്ടികളെ നാവുകൊണ്ട് തെറ്റ് ചെയ്തിട്ടില്ല. ചെറിയ കുട്ടികൾ നമുക്കവർ രസമാണ്, നമുക്കവർ തമാശയാണ്, നമുക്കവർ കളിയാണ്. പക്ഷേ അവരുടെ കൂടെ എത്ര മലക്കുകളാണ്. ഖുർആൻ പഠിക്കുന്ന ചെറിയ മക്കൾ, ഖുർആൻ പഠിക്കുന്ന മക്കൾ മലക്കുകൾ അവരുടെ കൂടെയുണ്ട്. മദ്രസകൾ, നിങ്ങളുടെ ഉമ്മമാരെ, നിങ്ങളുടെ കുട്ടികളെ കൃത്യമായി നിങ്ങൾ മദ്രസയിൽ എത്തിക്കണം. പഠിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. പഠനത്തിൽ താല്പര്യമുള്ളവരാകണം. എന്റെ സഹോദരന്മാരെ, സഹോദരിമാരെ, ചെറിയ മക്കൾ അവർക്ക് വലിയ ബഹുമാനമുണ്ട്. അല്ലാഹുവിന്റെ അടുക്കൽ അല്ലാഹുവിന്റെ മലക്കുകൾ വന്നവർക്ക് ആവരണം ചെയ്യുന്നുണ്ട്. ഇവിടെ ഖുർആൻ പഠിക്കുന്ന മക്കൾക്ക്, ഇൽമു പഠിക്കുന്ന മക്കൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. പഴയ കാലത്ത് മലപ്പുറം ജില്ലയിലൊക്കെ ധാരാളം മുതഅല്ലിമീങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ മുതഅല്ലിമീങ്ങൾ ചുരുങ്ങിപ്പോയി, ഇൽമു പഠിക്കുന്നവർ ചുരുങ്ങിപ്പോയി. സുബ്ഹാനല്ലാഹ്, ദുനിയാവിലേക്കുള്ള മോഹം കാരണത്താൽ ഇൽമു പഠിക്കുന്ന ആളുകൾ ചുരുങ്ങിപ്പോയി. ഞാൻ എന്റെ രക്ഷിതാക്കളോട് പറയട്ടെ, നമ്മുടെ മക്കളെ ഇൽമു പഠിപ്പിച്ച് ആലിമീങ്ങളാക്കാൻ നോക്കണം. ഭാവിയിൽ അല്ലാഹുവിന്റെ ദീൻ ഇവിടെ നിലനിൽക്കണം. അതിന് നമ്മൾ ഇൽമു പഠിക്കുന്ന ആലിമീങ്ങളെ ധാരാളം വളർത്തിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. അത് ചെറിയ ഭാഗ്യമല്ല. ഒരു മകൻ ആലിമായി തീരുക എന്ന് പറയുന്നത് അത് ചെറിയ ഭാഗ്യമല്ല. അല്ലാഹുവേ, എന്നെ ദർസിൽ പറഞ്ഞേച്ച എന്റെ ബാപ്പ പണ്ഡിതനല്ല, ഞാനൊരു പണ്ഡിത കുടുംബത്തിൽ ജനിച്ചവരുമല്ല. പക്ഷേ എന്റെ ബാപ്പ എന്നെ ദർസിൽ പറഞ്ഞതിനാൽ എനിക്ക് ആലിമീങ്ങളെ പരിചയപ്പെടാൻ അവസരം ലഭിച്ചു, ആലിമീങ്ങളെ സദസ്സിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചു.
മുഅ്മിനീങ്ങളുടെ ദുആ നടത്തുന്ന പ്രാർത്ഥനാ സദസ്സിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചു. എന്റെ ബാപ്പയുടെ ഖബർ നീ സന്തോഷത്തിലാക്കി കൊടുക്കണം റഹ്മാനേ. അതുപോലെ ഞങ്ങളെ പോറ്റിവളർത്തി ഞങ്ങളെ ഉമ്മവാപ്പമാ അവരിൽ ആര് ജീവിച്ചിരിക്കുണ്ടോ അവർക്ക് ദീർഘായുസും ആഫിയത്തും തഖ്വയും ഹിമ്മത്തും ഏറ്റിക്കൊടുക്കണേ റഹ്മാനേ. മരിച്ചുപോയവരുടെ ഖബറിനെ നീ സന്തോഷത്തിലാക്കണേ റഹ്മാനേ. ഓ സഹോദരന്മാരെ, മുതഅല്ലിമീങ്ങളെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇൽമു പഠിക്കുന്ന ധാരാളം മുതഅല്ലിമീങ്ങൾ നമ്മുടെ നാടുകളിൽ വളർന്നു വരണം. ഒരിക്കലും തന്നെ ഭയപ്പെടേണ്ടതില്ല. മഈസത്ത് കഴിക്കുന്നവൻ അള്ളയാണ്, നിഅമത്ത് തരുന്നവൻ അള്ളയാണ്. അല്പവും പേടിക്കേണ്ടതില്ല. റബ്ബിന്റെ നീൽ തവക്കുലാക്കി ഇൽമു പഠിക്കുന്ന മുതഅല്ലിമീങ്ങളെ നിങ്ങളെക്കാൾ ബഹുമാനമുള്ള ഒരു കക്ഷികൾ അള്ളാഹ് ദുനിയാവിൽ പഠിച്ചിട്ടില്ല. നിങ്ങൾ പഠിക്കുന്ന അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവാണ്. നിങ്ങൾ പഠിക്കുന്ന അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ചുള്ള അറിവാണ്. നിങ്ങൾ പഠിക്കുന്ന ഏറ്റവും മുന്തിയ ഇൽമാണ്. ഒരു ഡോക്ടർ പഠിക്കുന്നത് മലത്തെക്കുറിച്ചും മൂത്രത്തെക്കുറിച്ചും രക്തത്തെക്കുറിച്ചും ഞരമ്പിനെക്കുറിച്ചും എല്ലിനെക്കുറിച്ചുമാണ്. നിങ്ങൾ പഠിക്കുന്നതിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചാണ്. നിങ്ങൾ പഠിക്കുന്ന ഖുർആനിനെ കുറിച്ചാണ്. നിങ്ങൾ പഠിക്കുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസിനെ കുറിച്ചാണ്. നിങ്ങൾ പഠിക്കുന്ന അല്ലാഹുവിനെ കുറിച്ചാണ്, അല്ലാഹുവിന്റെ മലക്കുകളെ കുറിച്ചാണ്. നിങ്ങൾ പഠിക്കുന്ന ഇൽമെവിടെ? ഡോക്ടറുടെ ഇൽമെവിടെ? നിങ്ങൾ പഠിക്കുന്ന ഇൽമെവിടെ? എഞ്ചിനീയറുടെ ഇൽമെവിടെ? എഞ്ചിനീയർ വേണ്ടെന്നല്ല, ഡോക്ടർ വേണ്ടെന്നല്ല, അതൊക്കെ സമുദായത്തിൽ വേണം. പക്ഷെ ഏറ്റവും മുന്തിയ ഇൽമ് അത് അല്ലാഹുവിന്റെ ദീനിന്റെ ഇൽമാണ് കേട്ടോ. അതിനോട് കടപിടിക്കാൻ ഇവിടെ ഒന്നുമില്ല. ഈ ബോധം നിങ്ങൾക്കുണ്ടാകണം, രക്ഷിതാക്കൾക്കുണ്ടാകണം. ഈ വലിയ പവറുള്ളതാണ്. ഇപ്പോൾ അതിലേക്ക് കടന്ന് ഞാൻ സംസാരിക്കുന്നില്ല. റമദാൻ കഴിഞ്ഞ് ദർസുകളും കോളേജുകളും മദ്രസകളും ആരംഭിക്കുന്ന സമയമായതുകൊണ്ട് ഞാനൊന്ന് സൂചിപ്പിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. നാഫിയാടെ നിങ്ങൾക്ക് നീ എത്തിത്തരണം റഹ്മാനേ. തെറ്റ് ചെയ്യാത്ത നാമ കൊണ്ട് ദുആ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബത്തിന്റെ ചോദ്യം, നബിയേ തെറ്റൊന്നും ചെയ്യാത്തൊരു നാവ് എവിടുന്ന് കിട്ടും ഞങ്ങൾക്ക്? സുബ്ഹാനല്ലാഹ്, അമ്പിയാക്കൾക്കുണ്ടായിരിക്കാം. എങ്ങനെ കിട്ടും ഞങ്ങൾക്ക് തെറ്റ് ചെയ്യാത്ത നാവ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്റെ നാവ് കൊണ്ട് നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല, നിങ്ങളുടെ നാവ് കൊണ്ട് ഞാനും തെറ്റ് ചെയ്തിട്ടില്ല. ഈ പാവപ്പെട്ട എനിക്ക് വേണ്ടി നിങ്ങൾ ഉമ്മമാരെ നിങ്ങൾ ദുആ ചെയ്യണം. കാരണവന്മാരെ, മുഅ്മിനീങ്ങളെ, ഉസ്താദുമാരെ, മുഅല്ലിമീങ്ങളെ ദുആ ചെയ്യണം. നിങ്ങളുടെ നാവ് കൊണ്ട് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, അതുപോലെ എന്റെ നാവ് കൊണ്ട് നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ ഓരോരുത്തരും പരസ്പരം ദുആ ചെയ്താൽ അത് തെറ്റ് ചെയ്യാത്ത നാവ് കൊണ്ട് ദുആ കിട്ടുമെന്ന് നടത്തമെന്ന് ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം അതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചു കൊടുക്കുകയാണ്. കൂട്ടായ പ്രാർത്ഥനയ്ക്ക് വലിയ പവറാണ്. കൂട്ടുപ്രാർത്ഥന നടത്തി ആമീൻ പറഞ്ഞാൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. ഈ പാവപ്പെട്ട ഞാൻ ദുആഉത്തരം ലഭിക്കാത്തവരായിരിക്കാം. ഈ സദസ്സിൽ ദുആഉത്തരം കിട്ടുന്ന ഒരുപാട് നല്ല ഉമ്മമാരുണ്ടാകാം, കാരണവന്മാരുണ്ടാകാം, ആലിമീങ്ങളുണ്ടാകാം, മുതഅല്ലിമീങ്ങളുണ്ടാകാം. റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ബുലൂഗാകാത്ത ഒരു തെറ്റും ജീവിതത്തിൽ ചെയ്യാത്ത ചെറിയ മക്കളുണ്ട്. അവരുടെ ചെറിയ വിരലുകളും കൈകളും എല്ലാവർക്കും കാരുണ്യം ചെയ്യുന്ന നിന്റെ മുമ്പിലേക്ക് ആ ചെറിയ മക്കളും അവരെ ചെറിയ കൈ ഉയർത്തുന്നുണ്ട്. ആ കൈയിന്റെ ബർക്കത്ത് കൊണ്ടെങ്കിലും ഞങ്ങളുടെ ദുആക്ക് നീ ഉത്തരം തരണം റഹ്മാനേ. ഞങ്ങളുടെ സദസ്സുകൾ നീ സ്വീകരിക്കണം റഹ്മാനേ. ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളുമെല്ലാം നിന്റെ പൊരുത്തത്തിലാക്കണം റഹ്മാനേ. സഹോദരന്മാരെ, ആരും ധൈര്യപ്പെടരുത്. ധൈര്യപ്പെടാൻ വകുപ്പില്ല, ധൈര്യപ്പെടാൻ വകുപ്പില്ല. ഞാൻ പറയുന്നു, ധൈര്യത്തോടെ ഒരു കാര്യം ഞാൻ പറയും. അതെന്താണ്? 10-30 കൊല്ലമായി പ്രസംഗിക്കുന്നു. ജീവിതത്തിൽ ഇന്നുവരെ അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് പറയുമ്പോൾ ഹക്കാണെന്ന് ബോധ്യപ്പെട്ട ആശയത്തിലേക്ക് മാത്രമേ ജനങ്ങളെ ക്ഷണിച്ചിട്ടുള്ളൂ. തെറ്റാണെന്ന് ബോധ്യപ്പെട്ടതിനെ മാത്രമേ ജീവിതത്തിൽ എതിർത്തിട്ടുള്ളൂ. അത് എന്ത് പുത്തൻവാദിയാണെങ്കിലും ശരി, ഏത് കള്ളത്തരീകത്താണെങ്കിലും ശരി, തെറ്റാണെന്ന് ബോധ്യപ്പെട്ടതിനെ മാത്രമേ എതിർത്തിട്ടുള്ളൂ. ശരിയാണെന്ന് ബോധ്യപ്പെട്ടതേ ദീനിന്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളൂ. അല്ലാഹുവിന്റെ ദീന് അട്ടിമറിക്കാൻ പോയിട്ടില്ല. അല്ലാഹുവേ, നിന്റെ ദീനിനെതിരെ നിന്റെ ദീൻ അട്ടിമറിക്കാൻ ഞങ്ങൾ ആരുമില്ല, ഒരിക്കലുമില്ല. കൂട്ടത്തിൽ ഞങ്ങളെ നീ ഒരിക്കലും ഉൾപ്പെടുത്തുകയും ചെയ്യരുത്. പക്ഷേ ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ ഞങ്ങൾ അമ്പിയാക്കളല്ല, മലക്കുകളല്ല.
നീ ഹറാമാക്കിയതൊന്നും ചെയ്തിട്ടില്ലെന്ന് പറയാൻ, നീ കറാഹത്താക്കിയതൊന്നും ചെയ്തിട്ടില്ലെന്ന് പറയാൻ, നീ ഉജൂബാക്കിയതോ സുന്നത്താക്കിയതോ ഒന്നും ഒഴിച്ചിട്ടില്ലെന്ന് പറയാൻ ഒരു ധൈര്യവും ഈ പാവപ്പെട്ടവനില്ല. ഇവിടെ വന്നപ്പോൾ ഹാരികളും പ്രവർത്തകന്മാരും വയറു പറയണമെന്ന് പറഞ്ഞു. വയറു പറയാനുള്ള യോഗ്യതയും അർഹതയും ഇല്ല. ഞങ്ങളൊക്കെയും പാപികളാണ് റഹ്മാനേ. ഞങ്ങൾക്ക് നിന്റെ ഒരു ധൈര്യത്തോടെ ഞങ്ങളൊരു തെറ്റും ചെയ്തില്ലെന്ന് പറയാൻ ഒരു ധൈര്യവുമില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന സർവ്വ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണം റഹ്മാനേ, നീ മാപ്പാക്കണം റഹ്മാനേ. ഞങ്ങളെ ബാക്കിയുള്ള ജീവിതം നിന്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ ഭാഗ്യം തരണം റഹ്മാനേ. ഞങ്ങളുടെ സ്ഥാപനങ്ങളിലേക്ക് അങ്ങേയറ്റത്തെ വിശ്വാസത്തോടെ റബ്ബാകുന്ന നീ കൊടുക്കുമെന്ന പ്രതീക്ഷയോടെ സിറാജുൽ ഹുദയിലേക്ക് ശരീരത്തിൽ ആകമാനമുള്ള സ്വർണം കഴിച്ചു കൊടുത്തേച്ച സഹോദരിയുണ്ട് അല്ലാ, നേർച്ചകൾ തന്നവരുണ്ട് അല്ലാ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നേർച്ചകളും സദസ്സുകളും പറഞ്ഞവരുണ്ട് അല്ലാ. ഈ സംരംഭത്തിന് വേണ്ടി അധ്വാനിച്ചവരും പ്രവർത്തിച്ചവരും സഹായിച്ചവരും സഹായിക്കുന്നവരും പലരും കൊണ്ട് നിനക്കറിയാം. മഹാനായ ഉസ്താദവറുകൾ അവരെ സ്മരണക്കറി നടത്തി പരിപാടിയിൽ കൂടെ മഴയത്തും വന്നെത്തിച്ചേർന്ന മുഅ്മിനീകൾ മുഅ്മിനാത്തുകൾ റബ്ബേ, ഞങ്ങൾ ഓരോരുത്തരുടെയും തല്ലിലുള്ള ഉദ്ദേശം നിനക്കറിയാം. മുഴുവൻ വീട്ടിൽ തരണം റഹ്മാനേ. ഞങ്ങളുടെ പ്രശ്നം നിനക്കറിയാം. മുഴുവൻ പരിഹരിച്ചു തരണം റഹ്മാനേ. ഞങ്ങളെ സദസ്സുകൾ നീ ദുആ ഇജാബത്തുള്ള നീ പൊരുത്തപ്പെട്ട സദസ്സാക്കണം റഹ്മാനേ.